ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ ആടിയനിതാ. ആഗ്രഹിക്കുകയും ചെയ്യട്ടെ. आप सभी लोगों को परमेश्वर आशीष दे और प्रार्थना के साथ बने रहे. നമ്മൾ ഈ മെസ്സേജ് 2 ഭാഗങ്ങളായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. आज का हमारा जो वचन होगा वो 2 भागों में मैं बताऊंगा. ഒരു ഭാഗം ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനവും और एक जो भाग हो वो एक विषय को लेके होगा. ആദ്യത്തെ ഭാഗം ദൈവവചന സംബന്ധമായിട്ട് ചില ദൈവവചനത്തിന്റെ പ്രാധാന്യതയെ സംബന്ധിച്ചുള്ള ഭാഗം. और पहला का जो भाग हो वो परमेश्वर के वचन के इम्पोर्टेंस के बारे में होगा. ഓക്കെ. സോ ഞാൻ പറഞ്ഞല്ലോ 2 ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. जैसे मैंने आपको बताया हम 2 भागों के बारे में बात करेंगे. ആദ്യം നമ്മൾ പഠിക്കുന്ന ഭാഗം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കും. पहला हम जो पढ़ेंगे वो भजन संगीता के हिसाब से पढ़ेंगे. രണ്ടാമതായിട്ട് ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കും. और दूसरा जो हम पढ़ेंगे वो एक अलग विषय के बारे में पढ़ेंगे. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. तो आप सभी लोग प्रार्थनाओं में बने रहें. സങ്കീർത്തനം 53-ാം സങ്കീർത്തനത്തിന്റെ भजन संगीता 53 जब हम पढ़ते हैं ഒന്നാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. पहला वचन मैं पढ़ना चाहूंगा. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, यहाँ पे ऐसा लिखा है, ദൈവമില്ല എന്ന് परमेश्वर नहीं है മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. जो वो व्यक्ति अपने हृदय में बोलता है അവർ വഷളന്മാരായി वो बिगड़ गए, മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. वो अच्छे कामों को नहीं कर रहे हैं. അപ്പൊ ദൈവമില്ല എന്ന് ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ പറയുക. जब एक मनुष्य अपने हृदय में बोलता है कि परमेश्वर नहीं है. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള വ്യക്തികളെ കണ്ടുണ്ട്. मैंने अपने जीवन में बहुत प्रकार के लोगों को देखा है. അതിന്റെ അർത്ഥം ഇനി അങ്ങനെ ആ വ്യക്തികളില്ലെന്നല്ല. उसका मतलब ये नहीं कि ऐसे लोग और नहीं है. എന്റെ ചുറ്റുപാടുള്ള പരിമിതികൾ മാത്രം പറയുകയാണ്. मैं अपने परिस्थितियों के बारे में, अपने आसपास के लोगों के बारे में बात कर रहा हूँ. ഒരു കൂട്ടം ആൾക്കാർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. कुछ लोग हैं जो परमेश्वर है यकीन करते हैं. മറ്റൊരു കൂട്ടം ആൾക്കാർ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ. और कुछ लोग हैं जो विश्वास करते हैं कि परमेश्वर नहीं है. വേറൊരു കൂട്ടം ആൾക്കാർ और कुछ लोग ऐसे हैं ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, परमेश्वर है यकीन करते हैं, എന്നാൽ യഥാർത്ഥമായ ദൈവത്തെയാണോ അവർ പിൻപറ്റുന്ന അറിയത്തില്ല. परंतु वो सच्चे यीशु मसीह को फॉलो कर रहे हैं वो उनको नहीं पता. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ? क्या आप समझ पा रहे हैं? ഒന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, वो विश्वास करते हैं कि परमेश्वर है, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. और एक जन है जो परमेश्वर पे विश्वास नहीं करते. മറ്റൊരു കൂട്ടം ആൾക്കാർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അവർക്ക് ഇതുവരെ യഥാർത്ഥ ദൈവത്തിന്റെ അടുക്കൽ എത്താൻ പറ്റിയിട്ടില്ല. और तीसरा झुंड ऐसा है जो परमेश्वर विश्वास करते हैं परंतु जानते नहीं सच्चा परमेश्वर कौन है. നിങ്ങൾ അറിയാവുന്ന പോലെ ഞാൻ മെഡിക്കൽ ഫീൽഡ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. जैसे आप जानते हो मैं अस्पताल में काम करता हूँ. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കും. और हमारे डॉक्टर्स हमेशा ये बोलते हैं और मैं सोचता हूँ मेरे को तो जान वापस नहीं दे सकते. मैं आपको अपनी जीवन वापस नहीं दे सकता. എനിക്ക് നിങ്ങളുടെ ജീവനൊന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല. मैं आपका जीवन वापस नहीं दे सकता. ഇവിടെ ഉള്ളതൊക്കെ വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. यहाँ पे जो भी है मैं उससे आपकी सहायता जरूर कर सकता അപ്പൊ हूँ. പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യം, പേഷ്യന്റ് അറ്റൻഡന്റ് ചോദിക്കുന്ന ചോദ്യം, जो पेशेंट्स ऐसे पूछते हैं ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് मैं इतने सारे पैसे देके ഇത്രയും ബില്ല് നിങ്ങൾ ആക്കിയിട്ട് इतना बड़ा बिल पे करके നിങ്ങൾക്ക് അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ലേ? क्या आप लोग उनका जीवन मुझे वापस नहीं दे सकते? കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് तो सब लोग सोचते हैं, നമ്മളുടെ കയ്യിൽ കൊടുക്കാവുന്നതെല്ലാം കൊടുത്തെല്ലാം ചെയ്താൽ ഹോസ്പിറ്റലിൽ ജീവൻ തിരിച്ചു തരുമെന്നാ. सब लोग सोचते हैं हमारे पास जो कुछ है हमने सब कुछ दे दिया तो वो हमें अपना जीवन लौटा देंगे. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ऐसा कभी नहीं होगा. ജീവന്റെയും മരണത്തിന്റെയും അധികാരം കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. हमारे जीवन और मृत्यु का अधिकार वो हमारे परमेश्वर के हाथों में है. ഞാൻ പറഞ്ഞല്ലോ എന്തു വചനവും ആദ്യം നിങ്ങൾ ഇവിടെ കയറണം. मैंने कहा ना हमारा सारा वचन कहाँ घुसना है? അവിടുന്ന് അത് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരണം. यहाँ से परमेश्वर वो हमारे दिलों में उतारेंगे. നമ്മുടെ ജീവിതത്തിൽ എളിമ ഉണ്ടാവണമെങ്കിൽ अगर हमारे जीवन में क्षमता है तो വേദപുസ്തകത്തിലെ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ കയറണം. परमेश्वर का एक वचन हमारे हृदय में घुसना जरूरी है. മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. अगर मनुष्य स्थिर रहेगा तो वो एक श्वास के समान है. കേൾക്കുന്നുണ്ടോ?
क्या आप सुन रहे हैं? വേദപുസ്തകം പറയാണ്, परमेश्वर का वचन कहता है, മനുഷ്യ നിങ്ങൾ ഒന്നിലും നിഗളിക്കരുത്, हे मनुष्य आप किसी में भी लज्जित ना होए, നിങ്ങൾ ഒന്നിലും ഉറപ്പുവരുത്തരുത്. आप किसी पे भी विश्वास ना करें. കോവിഡിന്റെ സമയത്ത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും താഴെ പോയി, कोविड के समय पे सारा स्टॉक मार्केट गिर गया, എല്ലാ മെഡിക്കൽ ഫീൽഡുകളും താഴെ പോയി, सारा अस्पताल गिर गया, എല്ലാ അധികാരികളും താഴെ വരേണ്ടി വന്നു, सारे अधिकार में बैठे हुए लोग नीचे उतर गए, എല്ലാവരും ഓക്സിജന് വേണ്ടി നെട്ടോട്ടം തുടങ്ങി. सब लोग ऑक्सीजन के लिए दौड़ रहे ഒരു थे. കോവിഡ് വാരിയർ എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയാൻ പറ്റും. मैं कोविड के लिए काम करता था इसलिए मैं बताता हूँ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. उस समय मुझे ये पता लगा, എല്ലാം നമ്മുടെ സയൻസിനുണ്ടെങ്കിലും सब कुछ हमारे साइंस के पास है, परंतु ചില സമയത്ത് നിസ്സഹായരാണ് ഇവരെല്ലാം. कुछ समय वो लोग हेल्पलेस हो जाते हैं. അന്ന് ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ഞാൻ ഇന്നും അത് അന്നത്തെ പോലെ ഓർക്കുന്നു. उस समय मुझे एक चीज समझ आई, मैं अभी भी याद रखता हूँ. ദൈവത്തിന്റെ സിംഹാസനത്തിന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. परमेश्वर की उपस्थिति के लिए कोई ढालमेल नहीं थी. വേറെ എല്ലാത്തിനും ഷെയ്ക്കണായി ബ്രദർ. बाकी सब कुछ हिल गया. ബാക്കി ഒന്നിലും കുലുക്കാത്ത ഒന്നുമില്ലായിരുന്നു. ऐसा कोई जगह नहीं था जो हिला नहीं, പക്ഷെ ദൈവത്തിന്റെ അധികാരത്തിന് ഒരു കുലുക്കവും ഇല്ല. परंतु परमेश्वर के राज्य में कोई हिलना नहीं हुआ. ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ വിചാരിച്ചത് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നാ. डॉक्टर और नर्सिस ने सोचा कि मैं तो मेडिकल फील्ड में मुझे कुछ नहीं होगा. അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, अमेरिका में ऐसे बोला गया, കോവിഡ് ഉള്ള നേഴ്സുമാരും ജോലി ചെയ്യണം, कोविड जिन नर्स को कोविड है वो भी काम करेंगे, അവര് കോവിഡ് പേഷ്യൻസിനെ നോക്കണം. वो कोविड पेशेंट्स को देखेंगे. ഹലോ, നമുക്കിവിടെ ക്വാറന്റൈൻ കെട്ടിയിരിക്കുമ്പം हम यहाँ पे क्वारंटाइन में जब बैठे थे അവിടുത്തെ നേഴ്സസിന് കോവിഡ് പേഷ്യന്റിനെ നോക്കാൻ കോവിഡ് നേഴ്സുമാരുണ്ടായിരുന്നു. और वहाँ के पेशेंट्स को देखने के लिए कोविड जिनको नर्सेस को हुआ है वो लोग थे, എന്നാ അതുപോലെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. परंतु उस उपस्थितियों में से भी निकले वो लोग. ആ സമയത്തൊക്കെ കുറച്ചു പേർക്ക് മനസ്സിലായി കേട്ടോ ദൈവം ഉണ്ടെന്ന്. उस समय पे कुछ लोगों को पता लगा कि हाँ परमेश्वर है. പക്ഷെ ഞാൻ ഇതിനകത്തിൽ ആരെങ്കിലും ഒരു സത്യാന്വേഷിയായിട്ടിരിപ്പുണ്ടോ? अगर यहाँ पे पूछूंगा हमारे बीच में कोई सत्य को ढूंढने वाला कोई है ഞാൻ क्या? സത്യം അന്വേഷിച്ച് എന്ന് യേശുവിനെ കണ്ടെത്തിയ ആളല്ല. मैं सत्य को ढूंढते ढूंढते यीशु मसीह को मैंने नहीं पहचाना. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അറിയണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളല്ല ഞാൻ. हमारे पंचायत में कोई सच्चाई है जानने के लिए निकला वो व्यक्ति അല്ലെ नहीं എന്റെ हूं मैं. കുടുംബത്തിൽ ഞാൻ അങ്ങ് താറ് കെട്ടി ഇറങ്ങി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു സത്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. और मेरे परिवार से इस सच्चाई को जानने के लिए निकला वो व्यक्ति नहीं हूं मैं. അങ്ങനെ ഒരു സത്യാന്വേഷിയായിട്ട് ഞാൻ യേശുവിനെ കണ്ടെത്തിയ വ്യക്തിയല്ല. और एक सच्चाई को जानने वाला मनुष्य नहीं हूं मैं. ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു, जब मैं पीछे मुड़ के देखता हूं तो समझ रहा ഞാൻ हूं ദൈവത്തെ തിരഞ്ഞു കണ്ടെത്തുകയായിരുന്നില്ല. मैं परमेश्वर को ढूंढ नहीं रहा അയ്യോ, था, ദൈവം എന്നെ തിരഞ്ഞെടുക്ക് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. परमेश्वर ने मुझे ढूंढ के चुना था. ഞാൻ സത്യാന്വേഷിയായിട്ട് യേശുവിനെ കണ്ടെത്തിയതല്ല. मैं सच्चाई के पीछे दौड़ता हूं, परमेश्वर के पास नहीं गया. എന്നെ കണ്ടെത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. परमेश्वर ने मुझे ढूंढा, वो परमेश्वर की कृपा है मेरे ऊपर. 21ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റി. 21वें साल में मैं परमेश्वर को जानना പക്ഷെ पाया, ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിനകത്താ. परंतु मैं एक ईसाई के परिवार में पैदा हुआ. യേശുവിനെ എന്റെ കുഞ്ഞുനാൾ മുതലേ എനിക്കറിയാം. मैं परमेश्वर को बचपन से जानता था. പ്രാർത്ഥന എന്തോന്ന് എനിക്കറിയാം. प्रार्थना क्या होती है मैं जानता ബൈബിൾ था. വായന എന്തോന്ന് എനിക്കറിയാം. बाइबल को कैसे पढ़ते हैं मैं जानता था. കൂട്ടായ്മയിലുള്ള ബന്ധം എന്തോന്ന് എനിക്കറിയാം. फेलोशिप में क्या होता है मैं പക്ഷെ जानता था. 21ാമത്തെ വയസ്സിലാണ് ഞാൻ അറിയേണ്ടതുപോലെ യേശുവിനെ തിരിച്ചറിഞ്ഞത്. परंतु 21वें साल में मैंने परमेश्वर को जाना जिस ഇന്ന് प्रकार जानना था. 15 വർഷമായി ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട്. आज 15 साल हो गए हैं परमेश्वर को जान ഇപ്പൊ के. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരേ ഒരു നഷ്ടമേ ഉള്ളൂ. जब मैं अभी पीछे मुड़ के देखता हूं तो सिर्फ एक ही नुकसान है അയ്യോ, मेरे जीवन എന്റെ में. 21 വയസ്സ് കഴിഞ്ഞാണല്ലോ ഞാൻ ഈ യേശുവിനെ അറിഞ്ഞത്. मेरा 21 साल मैंने बर्बाद कर दिया परमेश्वर को जानने എന്റെ से पहले. ജീവിതത്തിന്റെ ഒരേ ഒരു നഷ്ടം അതാണ് പ്രിയരേ. मेरे जीवन का एक ही नुकसान है वो. 21 വർഷത്തിന് ശേഷം അറിഞ്ഞത്. 21 साल के बाद मैंने परमेश्वर को അതുകൊണ്ട് जाना. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, इसलिए आज के समय कोई सुन ഒരു रहा है तो, പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണെങ്കിലും, परंतु अभिषेक के साथ बपतिस्मा के साथ अगर आप बैठे हैं तो അല്ലെ भी, യേശുവിനെ അറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിലും, यीशु मसीह को जानने के बाद बैठे हैं तो भी, ഇന്ന് പകല് നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. आज के दिन आप एक चीज जाने, അറിയേണ്ടതുപോലെ അവനെ തിരിച്ചറിയണം. जो हमें जानना उस प्रकार जानना അവൻ जरूरी है. മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ वो മനസ്സിലാക്കണം. जिस प्रकार हमसे चाहते हैं उस प्रकार हमारा बनना ഈ जरूरी है. പകൽ ഞാൻ ഈ പറയുന്ന പ്രസംഗം ഉണ്ടല്ലോ, इस समय जो प्रचार मैं कर रहा हूँ, ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം പോലെ നിങ്ങൾ കേട്ടോണ്ടിരിക്കരുത്. ഒരു പൊളിറ്റിക്കൽ, एक पॉलिटिकल बंदे की तरह मैं बात नहीं करूंगा. അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യുന്ന പോലെ एक കേട്ടോണ്ടിരിക്കരുത്. डॉक्टर एक पेशेंट से बात करने की तरह नहीं बात करूंगा. നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാവോ? आप किस प्रकार ध्यान दे, എനിക്ക് സത്യമായ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവനെ തിരിച്ചറിയണം. आप सत्य के परमेश्वर को जानना चाहते तो अब उस प्रकार की मेंटालिटी ഒരു के साथ बैठे. പ്രീ കൺസീവ്ഡ് ഐഡിയ ആയിട്ട് ഇന്ന് രാവിലെ ആരും ഇതിനകത്തിരിക്കരുത്. पहले से अपनी बुद्धि में भर के ना बैठे कि परमेश्वर ऐसा है. പ്രീ കൺസീവ്ഡ് ഐഡിയ ഉള്ളവരെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. अगर आपके दिमाग में बहुत कुछ पहले से है तो परमेश्वर काम नहीं कर पाएगा. ഞങ്ങൾ നഴ്സിംഗ് അസസ്മെന്റ് ചെയ്യാറുണ്ട്.
हम लोग नर्सिंग का असेसमेंट्स करते हैं, അവിടെ സൂയിസൈഡൽ അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. वहां पे सुसाइड का एक असेसमेंट होता है. അത് എല്ലാവർക്കും ചെയ്യത്തില്ല കേട്ടോ. वो सबके लिए नहीं होता. സാധാരണ ഹെഡ് മുതൽ ഫൂട്ട് വരെ എല്ലാ അസസ്മെന്റ് സിസ്റ്റർമാർ ചെയ്യും. सर से पैर लेके सारी की सारी परीक्षा वो लोग करते हैं. വൈറ്റൽസ് അവരുടെ എൻട്രി ചെയ്യും. वाइटल्स की एंट्री होती है वहां അവരുടെ पे. എന്തെങ്കിലും മെഡിക്കേഷൻ റീകൺസിലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. और दोबारा अगर मेडिकल फील्ड में कुछ है तो वो दोबारा करते हैं. പക്ഷെ ചിലർക്ക് മാത്രം ഞങ്ങൾ സൂയിസൈഡൽ അസസ്മെന്റ് ചെയ്യും. परंतु कुछ लोगों के सुसाइड के लिए वो असेसमेंट करते हैं. അതെന്തിനാ ഞങ്ങൾ അസസ്മെന്റ് ചെയ്യുന്ന അറിയാവോ? वो हम ऐसा क्यों करते हैं അല്ലെ पूछे तो, എങ്ങനെ അവർക്ക് അറിയാമെന്ന് അറിയാവോ? और कैसे वो जानते हैं ഈ पूछे तो, പേഷ്യന്റ് വരുമ്പോൾ തന്നെ വെറുതെ ഇരുന്ന് മൺമറ ചെയ്തോണ്ടിരിക്കും. जब वो पेशेंट आता है तो खुद ही बड़बड़ाता रहता है. അല്ലെങ്കിൽ അവർ അന്നേരം തന്നെ മരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. नहीं तो उसी समय अपनी मृत्यु के बारे में बोलते അല്ലെങ്കിൽ रहते ഞാൻ हैं. മരിക്കാൻ പോവാന്ന് അവർ പറഞ്ഞോണ്ടിരിക്കും. नहीं तो बोलते हैं कि मैं मरने जा रहा हूँ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് എന്റെ അടുത്തുണ്ടോ സ്വയമായി മരിക്കണമെന്ന് അവർ ശ്രമിക്കും. नहीं तो अगर ऐसा कुछ है जिसको मैं खुद मार ഇത് के मैं मर जाऊं. കാണുമ്പോൾ സിസ്റ്റർ ഒരു അസസ്മെന്റ് ചെയ്യും. जब वो एक नर्स देखता है तो वो एक टेस्ट करता है. അവർ ഈ സൂയിസൈഡൽ അസസ്മെന്റ് ചെയ്യും. वो सुसाइड का एक टेस्ट करता है. ഈ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് उस असेसमेंट के बाद ഏത് കൺസൾട്ടന്റിന്റെ അണ്ടറിലാണോ वो किस अध्याय के नीचे है ആ കൺസൾട്ടന്റിന്റെ ടീമിനെ അവർ ഇൻഫോം ചെയ്യും. वो अपनी टीम को इन्फॉर्म करते हैं. കൺസൾട്ടന്റ് कंसल्टेंट ആദ്യം ഒരു സൈക്കോളജിസ്റ്റിന് റെഫറൻസ് കൊടുക്കും. सबसे पहले एक साइकोलॉजिस्ट को बताता है, സൈക്കോളജിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ സൈക്കാട്രിക് റെഫറൻസ് കൊടുക്കും. और साइकोलॉजिस्ट अपने साइकियाट्रिस्ट को रेफर करता है. കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? എന്റെ ചോദ്യം, मेरा कहना ये ഒരു है, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ ഒരു സിസ്റ്റർ ഇത്രയും കൺസേൺ ആണ് പേഷ്യന്റിനെ കുറിച്ചെങ്കിൽ ജന്മം തന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് എത്ര ഭയങ്കര കൺസേൺ ആണ് പ്രിയരെ. मैं ये पूछूंगा आपसे, अस्पताल में एक पेशेंट आया, उसको लेकर नर्स इतना ज्यादा परेशान है, तो आपको जीवन देने वाला परमेश्वर कितना ज्यादा परेशान होगा. അതുകൊണ്ട് ഇന്ന് പകലിൽ ഏത് ഭവനത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ള വിഷയമല്ല, तो इस समय आप किस परिवार में जन्मे वो जरूरी ഏത് नहीं, മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നുള്ള किस വിഷയമല്ല, माता पिता के नीचे आपका जन्म हो वो ഏത് जानना जरूरी രാജ്യത്ത് नहीं, നമ്മളെ ജനിക്കാൻ അനുവദിച്ചു എന്നുള്ള आप വിഷയമല്ല. किस देश में आप जन्मे वो जरूरी नहीं. ഇന്നലെ ഞാൻ ഒറീസയിലുള്ള ഒരു ഇവാഞ്ചലിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ कल मैं उड़ीसा के एक परमेश्वर के दास से बात कर रहा था. അദ്ദേഹത്തിന്റെ ചർച്ചിൽ അമേരിക്കയിൽ നിന്ന് ഒരു ദമ്പതികൾ വന്നു. उनके कलिसिया में अमेरिका से एक दास आए. അത് വരുന്നതിന് മുന്നേ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. उनके आने से पहले उन्होंने फोन करा, പാസ്റ്റർ ജോൺ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. पास्टर जॉन मैं आपसे मिलना चाहता हूँ. നിങ്ങൾ ഹോട്ടലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം. आप लोग होटल में आएंगे तो हम आपसे मिलेंगे. പാസ്റ്റർ വിചാരിച്ചു ഓക്കെ ഞാൻ പോയേക്കാം. परमेश्वर के दास ने सोचा चलो मैं അദ്ദേഹം चलता हूँ. ഹോട്ടലിൽ കാണാൻ വേണ്ടി എത്തി. वो होटल में पहुंचे उनसे मिलने. അപ്പൊ ചോദിച്ചു എന്റെ ഈ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? उन्होंने पूछा कि मेरा नंबर आपको किसने दिया. നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് പലരും വഴി എനിക്ക് ഈ നമ്പർ കിട്ടിയതാ. आप एक परमेश्वर के दास हो इसलिए मुझे किसी और के द्वारा मिला. ഭുവനേശ്വർ എയിംസിന്റെ അടുത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. भुवनेश्वर एम्स के पास की जगह के बारे में बात അവിടെ कर रहा हूँ. ഹോട്ടലിൽ ചെന്ന് കണ്ടു. वहां पे होटल में जाके मिले. അപ്പൊ ഈ അവിടുത്തെ ഈ ഫോറിനർ ആയിട്ട് വന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ചോദിച്ചു, वो फॉरेनर जो आए थे पति पत्नी से उन्होंने पूछा, നിങ്ങൾ എന്തിനാ ഇന്ത്യയിൽ വന്നേ? എന്തിനാ നിങ്ങൾ ഇന്ത്യയിൽ വന്നേ? तुम लोग इंडिया में क्यों आए? അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ വന്ന ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടിയാ വന്നത്. हम लोग इंडिया में एक बच्चे को दत्त लेने के लिए आए हैं. ഹലോ, കേൾക്കുന്നുണ്ടോ? आप लोग सुन रहे हैं क्या? ഇന്ത്യയിൽ എന്തിനാ വന്നേ? इंडिया में क्यों आए हैं? ഡോക്യുമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന ഒരു കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി വന്ന. सारे डॉक्यूमेंट को पूरा करके एक अनाथ बच्चे को दत्त लेने आए हैं. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, ഞാൻ ചോദിക്കുന്നത് ക്ഷമിക്കണം, पास्टर ने पूछा कि मैं पूछ रहा हूं तो क्षमा करें, നിങ്ങൾ എത്ര നാളായിട്ട് കുഞ്ഞുങ്ങളിലായിരിക്കുവോ? आप कितने सालों से बिना बच्चे के हैं? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട്. मेरे पास 2 बच्चे पहले से ही हैं. ഹലോ, കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? ഒരു കുഞ്ഞിനെ തന്നെ ബുദ്ധിമുട്ടി വളർത്താൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. एक बच्चे को ही पालना कितना मुश्किल है इस समय. അതിന്റെ ഇടയിൽ उस समय 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. പാസ്റ്ററിന്റെ ഭാഷയെ പറഞ്ഞ നല്ല പൂവമ്പഴം പോലെ ഇരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. उनके पास 2 लड़के हैं, नौजवान लड़के हैं उनके पास पहले से ही. കേട്ടോ? क्या आप सुन रहे हैं? 2 കുഞ്ഞുങ്ങളുണ്ട്. 2 लड़के हैं पहले से ही. അതിനുശേഷം ഒരു കുഞ്ഞിനെ എടുക്കാൻ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. उसके बाद एक और बच्चे को गोद लेने आए हैं भारत में. പാസ്റ്റർ ചോദിച്ചു കുഞ്ഞിനെ എടുക്കുന്ന കാര്യങ്ങൾ എന്തായി? तो परमेश्वर के दास ने पूछा तो क्या हुआ, सब कुछ हो गया? പറഞ്ഞു എല്ലാം റെഡിയായി, കുഞ്ഞു ഉറങ്ങുവാ. तो उन्होंने बोला सब कुछ हो गया है, बच्चा सो रहा है. അപ്പൊ പാസ്റ്റർ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് എടുക്കുവായിരുന്നെങ്കിൽ കാണാമായിരുന്നു. तो उन्होंने बोला कि एक बार आप बच्चे को उठाओगे तो मैं देख सकता हूँ. വളരെ സ്നേഹത്തോടും ആദരവോടും അവർ മുറിക്കകത്ത് കടന്നുപോയി. उन्होंने बहुत ही प्रेम से वो कमरे के अंदर बुलाया. കുഞ്ഞു ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കാം. बच्चा सो रहा होगा. എടുത്തുകൊണ്ട് അമ്മയുടെ മടിയിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തി. उठा के माँ की गोद में बिठाया. പാസ്റ്റർ പറഞ്ഞു ഇതുപോ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഒരു കുഞ്ഞ്. तो परमेश्वर के दास ने बोला ये बहुत ही ज्यादा काला है बच्चा, കണ്ണ് തുറക്കുന്നേ ഇല്ല. आंखें भी नहीं खोल रहा പാസ്റ്റർ है. വിചാരിച്ചു എന്ത് ഇത്രയും നേരം ഈ കുഞ്ഞു ഉറങ്ങുന്നേ? परमेश्वर के दास ने पूछा कि ये इतनी देर क्यों सो रहा है? അപ്പൊ പാസ്റ്റർ ചോദിച്ചു ദീർഘനേരമായിട്ട് ഉറങ്ങുവാണല്ലോ കുഞ്ഞ്. ये तो बहुत देर से सो रहा है. അപ്പൊ അവര് പറഞ്ഞു तो उन्होंने बोला അതിന് ജന്മന കണ്ണില്ല. उन्होंने बोला वो जन्म से ही अंधा है. ഹലോ, കേക്കണേ കേക്കണേ, अब सुने प्लीज. കണ്ണിന്റെ ഏരിയയിൽ കണ്ണില്ല, പക്ഷെ കൺപോളകൾ അടഞ്ഞിരിക്കുക. आंखों की जगह पे आंखें नहीं है इसलिए ये बंद है. 2 കുഞ്ഞുങ്ങളുള്ളതാ.
2 बच्चे हैं पहले से ही, ഇന്ത്യയെ വന്നിരിക്കുക കുഞ്ഞിനെ എടുക്കാൻ. भारत में आए हैं अपने बच्चे को गोद लेने. കണ്ടോ, അതുകൊണ്ടല്ലോ, അത് ഒരു 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിൽ പ്രായമുള്ള കുഞ്ഞാ. 6 महीने से 1 साल के बीच का बच्चा है वो. പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം, परमेश्वर के दास ने मुझे ऐसा बताया. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം उन्होंने जब मुझे इस प्रकार बताया എനിക്ക് പിന്നെ അവരെ ഒന്നും ഇത് പറഞ്ഞ് കൗൺസിൽ ചെയ്യാൻ അങ്ങോട്ടൊന്നുമില്ല. അവര് പറയുന്നതെല്ലാം ശരി. तो मैं उनको कुछ बता नहीं पाया. उन्होंने जो मुझे बताया वो मैंने सुन लिया और समझ गया. പാസ്റ്റർ അവരോട് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? परमेश्वर के दास उनसे बात ഈ करने का कारण ये പാസ്റ്റർ था, ചർച്ചിൽ ഒത്തിരി പേര് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് इस परमेश्वर की कलीसिया में बहुत सारे लोग ऐसे हैं जिनके അപ്പൊ पास बच्चे नहीं പലർക്കും हैं, പല ഡിമാൻഡാ. परंतु बहुत लोगों के बहुत डिमांड्स हैं. ചിലര് പറയുന്നു ഞങ്ങൾക്ക് വെളുത്ത കുഞ്ഞിനെ മതി. कुछ लोग बोलते हैं मुझे गोरा बच्चा चाहिए, ചിലര് പറയുന്നു ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ മതി. कुछ लोग बोलते हैं मुझे सिर्फ लड़का चाहिए. അതിനിടയിൽ ഏറ്റവും വിശേഷമായ ചില കാര്യങ്ങൾ, उसके बीच में एक बहुत ही विशेष बात ये ഞങ്ങൾക്ക് है, 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിനെ മതി. मुझे 10 साल से बड़ा बच्चा चाहिए. കാര്യം 1-ാം ക്ലാസ് അല്ല 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞ് എന്തെല്ലാം ചെയ്യുമെന്ന് നമുക്കറിയാം. और 10 साल से नीचे के बच्चे क्या क्या करते हैं हम लोग जानते हैं. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ ഡൈപ്പർ ഒന്നും മാറ്റാൻ റെഡിയല്ല പാസ്റ്റേ. मेरी भाषा में बताऊं तो मैं डायपर चेंज के लिए तैयार नहीं हूं എനിക്ക് परमेश्वर के കിട്ടുന്ന दास. കുഞ്ഞ് റോബോട്ടിനെ പോലെ ഓടിക്കളിച്ച് എന്നെ ആദ്യത്തെ ദിവസം മുതൽ മമ്മി പപ്പ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെ എനിക്ക് വേണ്ട. जो बच्चा मुझे चाहिए वो मुझे रोबोट की तरह चाहिए, सारा काम करने वाला, और जन्म से ही मुझे मम्मी पापा बोलने वाला बच्चा ഞാൻ चाहिए. എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നറിയോ? मैं आपको इसलिए बता रहा हूँ ये सब कुछ. ദൈവം നമ്മളോട് കാണിച്ച കരുണ നിങ്ങൾ മറക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്. परमेश्वर ने हमारे पर जो करुणा करी है वो आप कभी ना भूले. ചോയ്സിന്റെ മോളിലാ ഇന്ന് ജനം ജീവിക്കുന്ന മുഴുവൻ. अभी भी हम चॉइस के ऊपर जी रहे हैं पूरी दुनिया में. അതിന്റെ നടുവിൽ ഒരു മിഷണറി പുറത്തുനിന്ന് വന്നിരിക്കുക, ഇവിടുന്ന് ഒരു 3-ാമത്തെ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ വേണ്ടി. उसके बीच में एक मिशनरी बाहर देश से भारत में आया, एक പ്രിയരേ, बच्चे ഇവരെ गोद लेने के लिए. പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല. उनको जो प्रेरणा हुई है वो कुछ और नहीं. ഇവരെ പ്രേരിപ്പിച്ച ഘടകം, उनको जो प्रेरणा हुई वो है എന്റെ ദൈവത്തെ എനിക്ക് സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു ആശയമാണ്. मेरे परमेश्वर को मैं प्रसन्न देना चाहता हूँ. എന്റെ ഒരു ചോദ്യം, നമ്മുടെ ഇന്ത്യയിൽ ആരുമില്ല ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി? मैं पूछूंगा भारत में कोई नहीं है कि जो उस बच्चे को गोद ले पाए, അവിടുന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കും എടുക്കാൻ വേണ്ടി. जो बाहर से एक व्यक्ति को आना पड़ा. ഇതൊരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല ബ്രദർ. एक सादा इंसान नहीं कर सकता. എന്റെ ഒരു ചോദ്യം, ഇന്ന് ഈ മെസ്സേജ് ഒക്കെ കേട്ടതിന് ശേഷം, मैं ये पूछूंगा आज इस समाज को सुनने के बाद, ഇന്ന് ഈ മെസ്സേജ് എല്ലാം കേട്ടതിന് ശേഷം ആരെങ്കിലും ആ സായിപ്പിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ തിരിച്ചു മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? इस सुसमाचार को सुनने के बाद कोई ऐसा है जो उस बच्चे को गोद लेना चाहता है? എന്റെ പാസ്റ്റർ, ഞങ്ങൾ ഞായറാഴ്ച ഒരു ആശ്വാസമായിട്ട് വചനം കേൾക്കാൻ വന്ന, हे परमेश्वर के दास, मैं कुछ अच्छी बातों को सुनने आया था आज. നമ്മൾ ആരും മേടിക്കത്തില്ല പ്രിയരെ. हम में से कोई नहीं लेगा उस ഈ बच्चे को. പ്രസംഗിക്കുന്ന ഞാൻ 2 പ്രാവശ്യം ചിന്തിക്കും അതിനെ കുറിച്ച്. आज जो प्रचार कर रहा हूँ वो मैं भी 2 बार सोचूंगा. അതിനെ സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ച ഘടകം ദൈവസ്നേഹമാണ്. उसको प्राप्त करने के लिए जो उनका हृदय है वो परमेश्वर ने उनको दिया है. ഇന്ന് പകലിൽ ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് आज ചോദിച്ചാൽ, के समय मेरे बोलने का कारण ये है, നമ്മെ കാണുന്ന, हमें देखने वाला, നമ്മെ അറിയുന്ന, हमें जानने वाला, നമുക്ക് തൊടാൻ പറ്റുന്ന, हमें छूने वाला, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന, हम जिसको फील कर पाते हैं, നമുക്ക് കേൾക്കാൻ പറ്റുന്ന हम जिसको सुन पाते हैं, ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ उस സംസാരിക്കുന്നത്. यीशु मसीह के बारे में मैं बात कर ഈ रहा हूँ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ये भजन संगीता वाला ऐसा बोलता है, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. जब ऐसा बोलता है लोग परमेश्वर नहीं है, ആ മനുഷ്യനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, उस मूर्ख व्यक्ति के बारे में परमेश्वर का वचन बोलता है ऐसे, ദൈവം ഇല്ല എന്ന് പറയുന്നവൻ ആരാ? जो परमेश्वर नहीं ऐसे बोलने वाले लोग कौन हैं? അവൻ മൂഢനാണ്. वो मूर्ख हैं. അവൻ എന്താ മൂഢനായെന്നറിയോ? वो मूर्ख क्यों बने पूछे तो നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മൂഢനാണ്. हमारी भाषा में बोले तो वो मूर्ख है. വേദപുസ്തകത്തിന്റെ അർത്ഥത്തിൽ നിങ്ങൾക്ക് മൂഢനാന്നാ തോന്നുന്നത്. परमेश्वर के वचन से भी मूर्ख ही लगेगा. എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായത്, परंतु मुझे ऐसा लगा അവൻ മൂഢനല്ല, നല്ല ബുദ്ധിയുള്ളവനവൻ. वो मूर्ख नहीं, उसके पास बहुत ज्यादा दिमाग है. കാരണം അവൻ എന്തിനാ ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചെന്നറിയാവോ? क्योंकि उन्होंने ऐसा क्यों विश्वास करा कि ദൈവം ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിലേ അവന് പാപം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. परमेश्वर नहीं है ऐसा सोचेंगे तभी वो पाप कर पाएंगे. മനുഷ്യന്റെ വിഷയം പണമല്ല, मनुष्य का विषय पैसा नहीं है, മനുഷ്യന്റെ വിഷയം വസ്ത്രമല്ല, मनुष्य का विषय कपड़े नहीं है, മനുഷ്യന്റെ വിഷയം പാർപ്പിടമല്ല. मनुष्य का विषय घर नहीं है. മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് ചോദിച്ചാൽ, मनुष्य का सबसे बड़ा विषय क्या है पूछे तो അവർക്ക് യഥാർത്ഥത്തിൽ പിൻപറ്റാൻ കഴിയുന്ന ഒരു രക്ഷിതാവില്ലെന്നുള്ള കാര്യമാണ്. उनके पास फॉलो करने वाले एक सच्चा परमेश्वर नहीं എന്റെ है. പ്രിയരെ, നമുക്ക് പണമില്ലാതെ എത്രയോ പേര് ജീവിക്കുന്നു. कितने सारे लोग हैं जिनके पास धन है परंतु जी रहे हैं. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാം നടത്തി ഹോസ്പിറ്റലിൽ. पिछली बार हमने हॉस्पिटल में एक प्रोग्राम करा. അത് നഴ്സസ് ഡേയും വുമൻസ് ഡേയും കൂടെ ഒന്നിച്ചാ നടത്തിയത്. वो नर्सेस डे और वुमेन्स डे एक साथ करा. അതിനകത്തിൽ കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു,
അനാഥാലയത്തിൽ നിന്ന്. उसमें अनाथ आश्रम से बहुत सारे बच्चों को लेकर आए, നടക്കാൻ പറ്റത്തില്ല, चल नहीं पाते कुछ പിടിച്ചു बच्चे, വേണം നടത്താൻ. उनको पकड़ के चलाना पड़ता है. റിട്ടയർഡ് कुछ ആയിട്ടുള്ളവരാണ്. लोग दिमाग से पीड़ित हैं, തലസീമിയ എന്ന രോഗത്തിന് അടിമയാണ്. थैलेसीमिया का नाम के एक रोग है ഈ उन्हें. കുഞ്ഞുങ്ങൾ ആ സ്റ്റേജിൽ വന്നപ്പോ അവർക്കുള്ള സന്തോഷം ഒന്ന് കാണുമായിരുന്നു. जब बच्चे वो स्टेज पर चढ़े उनकी खुशी देखने लायक थी. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് അപ്പുറത്താണ്. तो हमने सोचा हमारी सोच से भी 100 मടങ്ങ് ज्यादा है. അവരെ നോക്കുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. उनको देखने वाले कुछ सिस्टर्स हैं, എന്ത് ബലത്തിലാ അവർ നോക്കുന്നേ? वो किस विश्वास में उनको देख रहे हैं. അവര് നോക്കുന്ന ഒറ്റ കാര്യത്തിലാ, वो चीज एक ही चीज ध्यान रख रहे हैं, പ്രതിഫലം നോക്കിയിട്ടല്ല. वो प्रॉफिट को देख के नहीं, അവര് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. वो परमेश्वर को देखने वाले लोग हैं. അങ്ങനെയാണെങ്കിൽ പറ, പണമോ സാഹചര്യങ്ങളോ ഒന്നുമല്ല മനുഷ്യന് സമാധാനം തരുന്നത്. ऐसे तो आप बताए धन और शांति हमारे अंदर शांति नहीं देता. മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം मनुष्य के हृदय में शांति इसलिए नहीं है അവന് ദൈവവുമായിട്ട് യഥാർത്ഥമായിട്ട് ബന്ധമില്ല. क्योंकि उसका परमेश्वर के साथ कोई एक रिलेशन എന്നെ नहीं है. ഇന്ന് പകലിൽ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് मुझे इस समय परमेश्वर इसलिए खड़ा करा है, ദൈവത്തിന് നിങ്ങളോടുള്ള ബന്ധത്തെ അറിയിക്കാൻ വേണ്ടിയാ ദൈവം എന്നെ നിർത്തിയേക്കുന്നത്. परमेश्वर का आपके साथ जो संबंध है वो बताने के लिए परमेश्वर ने मुझे यहाँ पे खड़ा करा है. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു. पिछले दिनों में हमने ऐसा सोचा था, കഴിഞ്ഞ ദിവസം നമ്മൾ സിസ്റ്ററോട് സ്പെഷ്യലി പറഞ്ഞായിരുന്നു, हमने सिस्टर से पिछले हफ्ते बात ऐसी करी थी. ദൈവം നമ്മുടെ ഉള്ളിൽ വന്നെന്നുള്ളതിന്റെ ഉറപ്പെന്തോന്നറിയാവോ? परमेश्वर हमारे अंदर है, उसका विश्वास ये है, ദൈവം നമ്മുടെ ഉള്ളിൽ വന്നെന്നുള്ളതിന്റെ ഉറപ്പ് उसका विश्वास ऐसा है, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുന്ന ഉടനെ ഒരു ജോലി കിട്ടുന്നതല്ല. आप यहाँ से बाहर निकलते आपको नौकरी मिलेगा, ऐसा नहीं അല്ല, है. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കഴിയുന്ന ഉടനെ ഫോണിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നതല്ല. आप यहाँ से निकलेंगे और आपको कॉल में खुशखबरी आएगी, ऐसा नहीं है. ദീർഘനാളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത നിങ്ങൾക്ക് പെട്ടെന്നൊരു കുഞ്ഞ് ലഭിക്കുന്നതല്ല. परंतु अगर आपके बहुत सालों से बच्चे नहीं तो आपको बच्चा होगा, ऐसा नहीं है. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്തോന്നറിയാവോ? परंतु यीशु मसीह आपके अंदर है, उसका विश्वास ऐसा होगा, നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. आपके अंदर जो शांति होगी उससे आप जान पाओगे यीशु പ്രിയരേ, मसीह आपके ഈ अंदर है. ദൈവവചനം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? मेरे प्रियजनों, आप इस वचन को सुन के अगर आप शांति प्राप्त कर पा रहे हैं എങ്കിൽ എനിക്കത് മാജിക്കിലൂടെ ഒന്നും സമാധാനം തരാൻ പറ്റത്തില്ല. तो मैं जादू के द्वारा आपको शांति नहीं दे सकता. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ പ്രത്യേകത, मैं जिस परमेश्वर की प्रचार कर रहा हूँ उसकी खासियत है ये. അവന്റെ പ്രത്യേകത അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. उनकी खासियत ये है कि वो शांति का दाता है, അവന്റെ പ്രത്യേകത സമാധാനത്തിന്റെ പ്രഭുവാണ്. वो समाधान शांति का प्रभु है. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോരോ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരാ. अब एक सारे लोग एक विषय से पीड़ित हैं. ശാരീരികമായ വിഷയമുള്ളവരുണ്ട്, शारीरिक रीत से नीचे है, മാനസികമായിട്ട് വിഷയമുള്ളവരുണ്ട്, मेंटली नीचे है, പാസ്റ്ററോട് പറയാൻ പറ്റുന്ന വിഷയമുള്ളവരുണ്ട്, पास्टर को बिना बताए और जाने वाली പാസ്റ്ററോട് चीजें हैं. പറയാൻ പറ്റാത്ത വിഷയമുള്ളവരുണ്ട്, कुछ चीजें ऐसी जो पासवान को नहीं बता सकते. ഹസ്ബൻഡ് വൈഫ് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിഷയമുണ്ട്, पति पत्नी के बीच में बात नहीं कर सकते. സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്, आर्थिक स्थिति में परेशानी है, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് വിഷയങ്ങളുണ്ട്. आसपास की चीजों से परेशानी है. ഒത്തിരി വിഷയങ്ങളുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നത്. बहुत सारी चीजों के बीच में जूझ रहे हैं आप लोग. എന്നാൽ परंतु വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ परमेश्वर वचन के ऐसा बोलता है, എല്ലാ വിഷയത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. सभी वचन सभी परेशानियों का एक ही वो है, ആ ഉത്തരം യേശു എന്നാണ്. उसका उत्तर यीशु है. ആ യേശുവുമായിട്ടാണ് നിങ്ങൾ ഇന്ന് മകളിൽ മടങ്ങിപ്പോകുന്നതെങ്കിൽ, उस यीशु मसीह के साथ अगर आप वापस लौट रहे हैं तो, നിങ്ങളുടെ ഹൃദയത്തിൽ ആ യേശുവിന്റെ ഉറപ്പോട് കൂടിയാണ് നിങ്ങൾ യാത്ര अगर ചെയ്യുന്നതെങ്കിൽ, आपके हृदय में यीशु मसीह का विश्वास है तो ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലെ സമാധാനത്തിന് വ്യത്യാസം ഉണ്ടാവും. मैं बताऊंगा आपके हृदय की शांति में एक बदलाव आएगा. നിങ്ങളുടെ ഹൃദയത്തിലെ സമാധാനത്തിന് വ്യത്യാസം ഉണ്ടാവും. आपके हृदय की जो शांति उसमें एक बदलाव आएगा. മനുഷ്യന് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം, मनुष्य सबसे ज्यादा बोलने वाली एक चीज है, മനുഷ്യന് ഉറക്കം കിട്ടുന്നില്ല. मनुष्य को नींद नहीं है. എനിക്കറിയാവുന്ന ഒരു അമ്മാമയുണ്ട്, मैं एक आंटी को जानता എന്നെ हूँ, നാട്ടിൽ നിന്ന് വിളിക്കും, मुझे केरला से कॉल करते हैं, പാസ്റ്റർ പ്രാർത്ഥിക്കണം, पास्टर जी प्रार्थना करें, എനിക്ക് ഉറക്കമില്ല. मुझे नींद नहीं आ रही है. യേശുവിനെ അറിയാഞ്ഞിട്ടാണോ? क्या वो यीशु मसीह को नहीं जानते? ജനിച്ചതേ യേശുവിനെ അറിയുന്ന വീട്ടില്ല. पैदा ही वो परमेश्वर के घर में थे. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? प्रार्थना नहीं करते क्या? പണ്ട് മുതലേ എനിക്ക് പ്രാർത്ഥിക്കുന്ന അറിയാം, मैं जानता हूँ वो बचपन से प्रार्थना करते हैं, പക്ഷെ ഉറക്കമില്ല. परंतु पर उनको नींद नहीं आ रही है. നമ്മൾ അവരെ പതുക്കെ പതുക്കെ പഠിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ हमने जैसे उनको धीरे धीरे पढ़ा और जाना, എന്താണെന്നറിയാവോ ഇതിന്റെ വിഷയം? उसकी परेशानी ये है, ഇന്നും ഏതൊക്കെ വിഷയങ്ങളിൽ മേൽ അവർ ഉപേക്ഷണം പ്രാപിക്കണോ അത് ഇതുവരെ ചെയ്തിട്ടില്ല. जिन जिन चीजों के ऊपर उनको अधिकार प्राप्त करना और बाहर निकलना अभी तक उन्होंने पाया नहीं है. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, परमेश्वर ने इस्राएलियों से बोला, നിങ്ങൾ അവരുടെ മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. अब मिस्रैम से वापस आए, പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് കനാനെ നിങ്ങൾ അവകാശമാക്കണം. अब कनान के ऊपर अपना अधिकार बनाए. എന്റെ ചോദ്യം, ദൈവത്തിന് മിസ്രൈമിനെ കനാനാക്കാൻ പറ്റത്തില്ലേ? मेरा प्रश्न ये है, परमेश्वर मिस्रैम को कनान बना नहीं सकता क्या? ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവാക്കിയ ദൈവത്തിന് മിസ്രൈമിനെ കനാനാക്കാൻ പറ്റത്തില്ലേ?
क्योंकि परमेश्वर बिना जब कुछ नहीं होता तब परमेश्वर सब कुछ देता है। तो परमेश्वर मिस्र ഇല്ലായ്മയിൽ को എല്ലാത്തിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് സ്ഥലത്തിന് ഒരു രൂപമാറ്റം വരുത്താൻ പറ്റത്തില്ലേ? जो परमेश्वर सब कुछ कर सकता है वो उस जगह को बदल नहीं सकता क्या? ബൈബിളിൽ എഴുതിയിരിക്കുന്നു സ്ത്രീയുടെ ഉദരത്തിൽ അസ്ഥി ഉരുവാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. परमेश्वर का वचन ऐसा बोलता है अपनी माँ की गोद से परमेश्वर सब जानता है। നിങ്ങളൊക്കെ ഒരു മാതാവിന് മാതാവിലൂടെ ജനിക്കപ്പെട്ടവരാണ് നിങ്ങൾ आप सब लोग एक माता के द्वारा इस धरती पे आए അവരുടെ हैं। ഉദരത്തിൽ അസ്ഥി എങ്ങനെ ഉരുവായെന്ന് ആർക്കും അറിയത്തില്ല. उनके अंदर वो हड्डी कैसा है वो कोई नहीं जानता। എന്നാൽ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് ഈ മിസ്രൈം എന്ന ദേശത്തെ കനാൻ എന്ന ദേശം ആക്കി തീർക്കല്ലായിരുന്നോ? जो परमेश्वर ये सब कुछ कर सकता है, ये परमेश्वर मिस्रैम को कैनान नहीं बना सकता क्या? എന്നിട്ടും ദൈവം എന്തിനാ അവരോട് പറഞ്ഞത്? परंतु परमेश्वर उनको ऐसा क्यों बोला? നിങ്ങൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെടണം. आप मिस्र से कनान जाए, ऐसा क्यों बोला गया? കാരണം ചില ശത്രുവിന്റെ അധീനതയിൽ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. क्योंकि परमेश्वर चाहते हैं कि आप कुछ शैतानों के बीच में से बाहर निकल के നിങ്ങൾ परमेश्वर के राज्य में അവന്റെ जाएं। ബൈൻഡിങ്സിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. आप कुछ बंधनों से निकल के बाहर निकले, परमेश्वर चाहते हैं। നിങ്ങൾ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി आप जब തുടങ്ങും. परमेश्वर के लिए अपने राज्य को ढूंढते हैं तो परमेश्वर भी आपके लिए ढूंढेगा। അതൊരു പക്ഷേ നമ്മൾ ദൈവവചനം അനുസരിക്കാത്തതായിരിക്കാം. उसका शायद ये कारण ये होगा कि आप परमेश्वर के वचन को അതൊരു सुनते പക്ഷേ നമ്മൾ नहीं। ഫൈനാൻസ് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യാത്തതായിരിക്കാം. शायद आप फाइनेंस को अच्छे से इस्तेमाल नहीं कर रहे അല്ലെങ്കിൽ हैं। നമ്മൾ എക്സ്റ്റാജുറേറ്റ് ചെയ്ത് കാര്യങ്ങളെ പറയുന്ന ഒരാളായിരിക്കാം. नहीं तो आप बहुत ज्यादा चीजों को बढ़ा के बोलने वाले लोग होंगे। ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തന്നതിന് ശേഷം ആ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തവരായിരിക്കാം ഞാൻ. नहीं तो पवित्र आत्मा के बोलने के बाद भी हम छुटकारे को पाना नहीं चाहते हैं। ഞാൻ കോമൺ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. मैं कॉमन साधारण चीजों को बताऊंगा। ഒരാളെ കുറിച്ചും നമ്മൾ ഒരു കൊതിയും ഞൊണയും നമ്മൾ പറയാം. एक किसी भी व्यक्ति के बारे में हम कुछ भी गलत ना बोलें। പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് പോലില്ല. आप प्रार्थना करें उसके लिए गलत नहीं है। ഞാൻ പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മുടെ വായിൽ നിന്നൊന്നും വരരുത്. किसी രണ്ടാമത്തെ ഒരു കാര്യം അറിയോ? दूसरी बात यह है, ഗൗരവം കൊടുക്കേണ്ട വിഷയത്തിന് നിങ്ങൾ ഗൗരവം കൊടുക്കണം. जिस चीज पे हमें ध्यान देना उस पे आप ध्यान दें। നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യത്തിന് നമ്മൾ ഗൗരവം കൊടുക്കേണ്ടതുണ്ട്. हमारे जीवन में बहुत सारी चीजें ऐसी जिस पे हमें ഒരു ध्यान देना പ്രത്യേക है। എമർജൻസിയോടുകൂടി ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ एक जल्दबाजी में अगर एक पेशेंट अस्पताल में एडमिट होता है तो അതിനെ 10-12 മണിക്കൂറൊന്നും ഹോസ്പിറ്റലിൽ വെയിറ്റിംഗിൽ ഇരുത്തത്തില്ല. 10-12 घंटे उसको वेटिंग पे नहीं रखेंगे। അവരെ നേരെ എമർജൻസിയിലോട്ട് എടുത്ത് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കും. उसको सीधा इमरजेंसी में ले जाके सारा जो करना है वो करेंगे। അതിനുശേഷം അവരെ OT-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേഗം OT-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. अगर उसके बाद भी OT में लेके जाना है तो वो ऑपरेशन थिएटर में लेके जाएंगे। അപ്പോഴായിരിക്കും അതിന്റെ പ്രിയപ്പെട്ടവർ പുറത്തു നിന്ന് ബില്ലിംഗും എല്ലാം ചെയ്ത് അഡ്മിഷൻ പോലും ഒരു പക്ഷേ എടുക്കുന്നത്. उसी समय अब उनके जो घर के लोग हैं वो लोग बिलिंग वगैरह कर रहे होंगे। കാരണം ഹോസ്പിറ്റൽ അവർക്ക് വേണ്ട സ്റ്റാൻഡ് അന്നേരം എടുത്തു. क्योंकि अस्पताल ने जो उस समय करना था वो सब कुछ करा है। കാരണം അവർക്ക് മനസ്സിലായി ഇത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്, ഇതിപ്പോ എടുത്തേ പറ്റത്തുള്ളൂ. क्योंकि अस्पताल को पता चल गया अभी इनको ट्रीटमेंट देना है। എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഗൗരവമുള്ള നിങ്ങൾക്ക് ഗൗരവമായിരിക്കണം. जो परमेश्वर के लिए जरूरी हो आपके लिए भी जरूरी होने पाए। ബൈബിളിലെ ഒരു വാക്യം എന്നെ പേടിപ്പിക്കുന്നു. वचन से एक चीज मुझे डरा रहा है। എന്തോ അറിയാ വാക്യം? वो क्या है? ഞാൻ ഇപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ എനിക്ക് ദൈവത്തോട് ബന്ധമില്ല. मैं अगर अभी भी मनुष्य को खुशी देता हूँ तो परमेश्वर के साथ मेरा कोई संबंध नहीं। നിങ്ങൾ ഏത് വിഷയത്തിന് മുമ്പിൽ ഈ ചോദ്യം ചോദിക്കണം. आप किसी भी विषय के ऊपर ये पूछे। എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും ചോദിക്കാറുണ്ട്. मैं अपने निजी जीवन में കർത്താവേ, ഞാനും ചെയ്താൽ മനുഷ്യനെയാണോ ഞാൻ സന്തോഷിപ്പിക്കുന്നത് അതോ ദൈവത്തെയാണോ സന്തോഷിപ്പിക്കുന്നത്? अगर मैं ये करता हूँ तो मैं मनुष्य को प्रसन्न करूँगा या आपको प्रसन्न करूँगा? ലോകത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സിസ്റ്റർ. इस धरती में आप सबको प्रसन्न करके नहीं जी पाते। നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. मेरे भाई आप नहीं खुश हो പക്ഷേ पाते, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റും. परंतु आप अपने परमेश्वर को जरूर खुश कर सकते हैं। നിങ്ങൾ ഡിസിഷൻ എടുക്കണം. आज आप एक डिसीजन ले। കർത്താവേ, हे परमेश्वर, ഞാൻ ഗൗരവമുള്ള കാര്യത്തിന് വേണ്ടിയാണോ തീരുമാനം എടുക്കുന്നത്? मैं आपके लिए जो इम्पोर्टेंट है उसके लिए मैं निर्णय നമുക്ക് लूंगा। ചെറിയ ആയുസേ ഉള്ളൂ കേട്ടോ. मेरी छोटा सा जीवन है। നമുക്കൊരു 70 വയസ്സ്
शायद 70। ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അതിലും താഴെയാ. अभी देखा जाए तो और भी नीचे, അതിനേക്കാൾ താഴെ പോയിക്കൊണ്ടിരിക്കുക. उससे भी ज्यादा हमारा जीवन कम होता जा रहा है। വേറെ ചുരുക്ക നാളുകളേക്ക് നമുക്ക് മുമ്പിൽ. प्रियजनों, बहुत कम समय हमारे सामने है। ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം പറയുന്നു, मैं विश्वास करने वाले ये वचन बोलता है, ഈ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. ये जीवन इस धरती पे खत्म नहीं होता। ചില വർഷങ്ങൾക്ക് ശേഷം നാം എല്ലാവരും മരിക്കും. कुछ समय के बाद हम सब लोग मृत्यु हो जाएंगे। നാം വിശ്വസിക്കുന്ന ഈ യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. हम परमेश्वर के न्याय के सामने खड़े होंगे। നാം ചെയ്ത നല്ലതും തീയതും ദൈവത്തിന് മുമ്പിൽ വിധിക്കപ്പെടും. हमने जो भी सही और गलत करा वो सबका न्याय उधर होगा। നമ്മുടെ ജീവിതത്തിന്റെ നന്മ പ്രകാരം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും. हमारे जीवन के ऊपर जो न्याय होगा उस प्रकार हम आगे बढ़ेंगे। ഈ ഭൂമിയിൽ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. इस धरती पे हमारा जीवन समाप्त नहीं എന്നെ होगा। കേൾക്കുന്ന വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തതായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, मुझे सुनने वाले जो विश्वास करते हैं और जो विश्वास नहीं करते वो നിങ്ങൾ ഇന്ന് പകലിൽ യേശുവിനെ പിൻപറ്റിയിരിക്കുന്ന ഒരാളാണെങ്കിൽ, आज के समय अगर आप परमेश्वर के पीछे हैं तो ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. यहाँ पे खड़े हो गए आप अपने पीछे की जिंदगी में देखें। ന്യായാസനത്തിന് മുമ്പിൽ എന്റെ തല താഴുവോ? जब मैं परमेश्वर के न्याय के सामने खड़ा रहूंगा, क्या मेरा सिर झुकेगा? എന്റെ തല താഴുവോ? परमेश्वर, क्या मेरा सिर झुक जाएगा? അങ്ങനെ എന്റെ മനസാക്ഷിയിൽ എവിടെങ്കിലും തോന്നുമെങ്കിൽ, अगर मुझे अंदर से ऐसा लगता है तो ഇന്ന് മാനസാന്തരപ്പെട്ടിട്ട് എവിടെ എഴുന്നേൽക്കാവുള്ളൂ. आज परमेश्वर के सामने क्षमा मांग ഈ कीजिए। വർഷത്തെ PC നാക്കിന്റെ പോലും ഈ പ്രാവശ്യത്തെ ആ ടൈറ്റിൽ എന്താണെന്നറിയാമോ? PC നാക്ക്. इस समय के पीसी नायक का टाइप ये है, മാനസാന്തരപ്പെടുക. अब बचाए जाएं। ഏറ്റവും കൂടുതൽ നല്ല ഒരു മീറ്റിംഗ് നടക്കുന്ന ഏരിയ, सबसे ज्यादा बड़ी जगह मीटिंग चलने वाली एक जगह है। ഈ പ്രാവശ്യത്തെ തീം ഇതാ കേട്ടോ, उनका थीम ये है इस बार का, മാനസാന്തരപ്പെടുക. अब उद्धार पाए। നിങ്ങൾക്ക് എവിടെങ്കിലും തോന്നുന്നുണ്ട് ഞാൻ ന്യായാസനത്തിന് മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെങ്കിൽ, ഇന്ന് വില കൊടുത്ത് മടങ്ങി വരിക. अगर आपको कहीं भी लगता है कि परमेश्वर के न्याय के सामने आपका सर झुकेगा तो आज क्षमा मांग के परमेश्वर के साथ जुड़े। ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, अगर आप में से कोई ऐसे है जिन्होंने परमेश्वर को स्वीकार नहीं करा है तो ഒരവസരം നിങ്ങൾക്ക് തരുക. आपके पास एक मौका है। ഞാൻ ഇന്ന് നിൽക്കുന്നത് പോലെ തന്നെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. आप जिस समय अभी खड़े हैं उसी प्रकार में वहां पे भी खड़ा होगा, मैं जानता हूं। ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ, अगर मैं आज ये नहीं बताऊंगा तो ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन ऐसा बोलता है, നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ अगर आप लोगों को नहीं बताओगे അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. उनका जो खून है, उनकी जो आत्मा है, वो उसके बारे में आपसे നീ पूछूंगा। പറഞ്ഞിട്ട് അവർ കേട്ടില്ലെങ്കിൽ, अगर मेरे बताने से आप लोग नहीं सुनोगे तो ആദ്യം ഞാൻ നിന്നോട് ചോദിക്കത്തില്ല, ഞാൻ അവരോട് ചോദിക്കും. वो परमेश्वर आपसे नहीं, वो परमेश्वर मुझसे അതുകൊണ്ട് पूछेंगे। എന്നെ കേൾക്കുന്ന എല്ലാവരും इसलिए जितने लोग मुझे आज यहाँ पे सुन रहे हैं, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, आज मैं ये बताना चाहूंगा, നിങ്ങളുടെ ഹൃദയം വേറെ ഒന്നിനും കൊടുക്കാതെ മുഴുവനായി യേശുവിന് ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ आप പറ്റും. अपने हृदय को किसी और को देने से बढ़कर परमेश्वर को दे। ഹലോ, हालेलुया। ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ അനസ്തറ്റിസ്റ്റിനെ എനിക്ക് ഓർമ്മയില്ല. जब मैं ये बोल रहा हूँ तो मैं अपने एक डॉक्टर के बारे में सोच रहा हूँ। ഞങ്ങൾ പല മെഡിസിൻസ് എമർജൻസി കണ്ടീഷൻ, ഞാനൊരു കാർഡിയാക് നേഴ്സ് ആയതുകൊണ്ട് പല എമർജൻസി മെഡിസിൻ ചില സമയത്ത് ട്രൈ ചെയ്യും. जैसे मैं कार्डियक नर्स हूँ, मैं बहुत सारी इमरजेंसी की दवाइयों का मैं इस्तेमाल करता हूँ। ECGയുടെ വേരിയേഷൻ നോക്കി ഭയങ്കര നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ മെഡിസിൻസ് മാറ്റി കൊടുക്കും. और ECG के वेरिएशन को देख के बहुत ही अलग तरीके से दवाइयों को बदल के देता हूँ। ECGയുടെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മൾ മെഡിസിൻ ഏത് ചൂസ് ചെയ്യണമെന്ന് പിന്നെ മനസ്സിലാക്കുന്നത്. ECG जिस प्रकार हमें दिखाता है उस प्रकार हम दवाइयों का डिसीजन करते हैं। ഇങ്ങനെ പലതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒന്നല്ല യേശു. उनके बीच में से एक इस्तेमाल करने वाला व्यक्ति नहीं है यीशु मसीह। പറഞ്ഞിരുന്നുണ്ടോ? क्या आप सुन रहे हैं? പലതിന്റെ കൂട്ടത്തിൽ ഇതൂടെന്നുള്ള രീതിയല്ല യേശു. बहुत सारी चीजों के बीच में यीशु, ऐसा नहीं बोलना। യേശു മാത്രമാണ്. यीशु मसीह ही है सिर्फ। എനിക്ക് 15 വർഷമായിട്ട് യേശുവായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. मेरे पास 15 साल से परमेश्वर के साथ एक रिलेशन है। ജീവിതത്തിൽ വിഷയമില്ലേ? क्या मेरी लाइफ में परेशानियां नहीं है? ഞാൻ 9500 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട് ഈ പട്ടണത്തിൽ. मैंने 9,500 रुपए में यहाँ पे काम करा है। 5,000-6,000 രൂപ ചെലവിനാവും. 5,000 रुपए तो खर्चा ഈ मेरा। ചർച്ചിൽ വന്ന് ഗുഡ്ഗാവിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് 10,500 രൂപ ചെലവാകും. उस समय मैं गुड़गांव से यहाँ पे आया करता അന്ന് था। ഞാൻ ആരാധനയ്ക്ക് വേണ്ടി മാത്രം വരുമല്ല. उस समय मैं सिर्फ आराधना के लिए नहीं आ ഈ रहा। മെസ്സേജ് ഒരു പക്ഷേ റെക്കോർഡ് ചെയ്തായിരിക്കാം. शायद ये जो प्रचार है वो रिकॉर्ड हो रहा ഇത് ഈ होगा। ചർച്ചിലെ പഴയ പാസ്റ്റർ ഒരു പക്ഷേ കേൾക്കുമായിരിക്കാം. इस कलीसिया के पुराने पासवान शायद ये प्रचार അതുകൊണ്ട് सुनेंगे। എനിക്ക് കള്ളം പറയാൻ പറ്റുന്നില്ല. इसलिए मैं झूठ नहीं बोलूंगा। ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും എന്നെ അറിയാം. आप जितने लोग यहाँ बैठे हैं, वो लोग जानते हैं ഒരു मुझे। ഞായറാഴ്ച അല്ല, അതിനിടെ വിസിറ്റിങ്ങിന് വരും, പ്രേയറിന് വരും, ഇട മീറ്റിങ്ങിന് വരും, എല്ലാ മീറ്റിങ്ങിനും എന്നാൽ കഴിയുന്നത്. सिर्फ एक रविवार को ही नहीं, जितने भी प्रार्थना होती है बीच में सब में आता था। പല ആഴ്ചയും വരാനായിട്ട് പൈസ കാണത്തില്ല. कुछ हफ्तों में आने के लिए पैसा नहीं होता था। മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി പലപ്പോഴും ഇവിടെ വരെ നടന്നു വരും. मालवीय नगर मेट्रो स्टेशन में उतर के यहाँ तक पैदल आता था। ഇവിടുന്ന് തിരിച്ചു പോകും.
फिर यहाँ से वापस जाता हूँ। ഒരുപക്ഷെ ഗുഡ്ഗാവ് ചെന്നിട്ട് പല ബുദ്ധിമുട്ട് അനുഭവിക്കണം. शायद उसके बाद गुड़गांव जाके भी बहुत सारी परेशानियां होती थी। ഇന്ന് നീണ്ട 10-11 വർഷമായിട്ട് ഞാൻ ഈ പട്ടണത്തിലുണ്ട്. 14 വർഷമായിട്ടുണ്ട്. और अभी 10 से 14 साल के बीच में मैं यहाँ पे हूँ। എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിലുണ്ടായി. कितनी सारी परेशानियां जीवन में आई। ഓരോ ദിവസം സന്തോഷം മാത്രമായിരുന്നു. हर दिन खुशियां नहीं थी। അല്ല, ഒത്തിരി ബുദ്ധിമുട്ടുകൾ കടന്നുപോയി. बहुत सारी परेशानियों में से निकला। ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത ഹോസ്പിറ്റലിൽ സൗത്ത് ഡൽഹിയിലില്ല. ऐसा कोई अस्पताल नहीं जहाँ पे मैंने अपना इंटरव्यू नहीं दिया है। മനസ്സിലാവുന്നു? ഞാൻ ഇവിടെ വരുമ്പോൾ ബത്ര ഹോസ്പിറ്റൽ സ്ട്രൈക്ക് നടക്കുന്ന സമയം. और जब मैं यहाँ पे आया बत्रा हॉस्पिटल में स्ट्राइक चल रहा था, അന്ന് അവർ തീരുമാനിച്ചു മെയിൽ നഴ്സസിനെ ആരും എടുക്കുന്നില്ല. तो उन्होंने वहाँ पे ऐसा निर्णय लिया कि मेल नर्स को नहीं लेंगे। ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. उस समय मैं यहाँ पे आया, പല പ്രാവശ്യം ഉണ്ടായി, പല പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായി, बहुत समय परेशानियां हुई, പല പ്രാവശ്യം ഇനി തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു. बहुत समय ऐसा लगा कि मुझे वापस जाना पड़ेगा। ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷറായി. और एक समय मेरे घर से कॉल आया, मुझे परेशानियां हुई, നീ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. तो वापस केरला आ जा, ഇങ്ങനെ ജോലിയില്ല, എത്ര നാൾ ഇവിടെ നിൽക്കും? बिना काम के कितने समय वहाँ पे रुकना है। അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. എന്റെ ആ സമയത്ത് ലാപ്ടോപ്പ് ഉണ്ട് ഇവിടെ. तो मैंने ऐसा करा, मेरे पास एक लैपटॉप था उस समय, ആകെ അതുകൊണ്ടാണ് വരുന്നത്. सिर्फ उसको लेके आया था। ഞാൻ അത് ഇവിടെ പാസ്റ്റർ വീട്ടിൽ അലമാരി വെച്ച് ലോക്ക് ചെയ്തു. तो यहाँ पे मैंने पासवान के घर पे अलमारी में उसको लॉक कर दिया। എന്നിട്ട് ഞാൻ കേരളത്തിൽ പോയി. उसके बाद मैं केरला गया। എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ജസ്റ്റ് അവനോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് എനിക്ക് തിരിച്ചു പോകണം. अब मैंने उनको वहाँ जाके ऐसा बोला कि मैं अभी बस कुछ दिनों के लिए आया हूँ, सब कुछ खत्म करके जाना है वापस, എന്റെ ലാപ്ടോപ്പ് ഡൽഹി ഇരിക്കുവോ, क्योंकि मेरा लैपटॉप पासवान के घर पे है, എനിക്ക് എടുക്കാൻ തിരിച്ചു പോകണം. मुझे वो लेने के लिए वापस जाना है। അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. अगर मैं यहाँ रख के नहीं जाता तो मैं शायद वापस दिल्ली नहीं आता। ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് വന്നു. मैंने ऐसा निर्णय लिया എന്താ ഞാൻ തിരിച്ചു വന്നറിയോ? और मैं वापस इसलिए आया, ഞാൻ വരുന്നതിന് മുന്നേ ഈ ചർച്ച് ദൈവം എന്നെ കാണിച്ചു. मेरे आने से पहले ही परमेश्वर ने मुझे एक कलीसिया दिखाया। നമ്മുടെ ദൈവത്തിന് കാണിക്കാൻ പറ്റുന്ന ദൈവമാണോ? परमेश्वर क्या हमें चीजों को दिखाने वाला परमेश्वर ദൈവം है? ദർശനം കാണിക്കുന്ന ദൈവമാണോ? क्या परमेश्वर में दर्शन देने वाला ദൈവം परमेश्वर സ്വപ്നം है? തരുന്ന ദൈവമാണോ? क्या परमेश्वर में सपने दिखाने वाला ഞാൻ ഈ परमेश्वर है? പറയുന്ന ദൈവം എനിക്ക് തൊട്ടാൽ സ്പർശനം അറിയാൻ പറ്റുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. मेरा जो परमेश्वर अगर कोई छूता है तो मुझे पता लगने वाला परमेश्वर है। പല വർഷങ്ങൾ കടന്നുപോയി. अभी बहुत समय हो गया ഈ है പട്ടണത്തിന്റെ ഒത്തിരി ദുഃഖങ്ങൾ ഞാൻ അറിഞ്ഞു. और इस देश के बहुत सारे दुख को मैंने ഈ देखा है, പട്ടണത്തിന്റെ ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി. बहुत सारी परेशानियों में से निकला हूँ मैं, ജീവിതത്തിൽ പല കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. बहुत सारी चीजों को मैंने फेस करा है, ഞാൻ വിശ്വസിച്ച് മുറുകെ പിടിച്ച ദൈവത്തെ സംശയിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. परंतु जिस परमेश्वर पर मैंने विश्वास करा आज तक मैंने उन पर शक नहीं करा। ഇന്ന് രാവിലെ എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. आज के समय जिस परमेश्वर ने मेरा जीवन बदला उस परमेश्वर के बारे में बता रहा ഞാൻ हूँ। ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒന്നുമില്ല. जिस समय मैं यहाँ पे आया था मेरे पास कुछ भी नहीं അത് था, ഞാൻ കുടുംബമായിട്ടല്ല. उस समय मेरे पास परिवार नहीं था, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ വരുന്നത്. मैं एक अकेला व्यक्ति था। എന്റെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ പാത്രങ്ങൾ അരിയും മറ്റു കറിയും വെക്കാൻ ഉപയോഗിക്കുമ്പോ और जिस समय दूसरों के घर पे बर्तन और खाने के लिए सामान होता था, ഞങ്ങളുടെ വീട്ടിൽ ആ പാത്രമെല്ലാം വെള്ളം ചോരാതിരിക്കാൻ ഉപയോഗിക്കുക. उस समय मेरे घर पे वो सारे बर्तन जो पानी निकलता उनको रोकने के लिए यूज होता था। ഞാൻ പറഞ്ഞു കേട്ടോ. क्या आप सुन पा रहे हैं? ഞാൻ ഇല്ലാത്തൊരു യേശുവിനെ കുറിച്ച് പറയുക. मैं ऐसे यीशु मसीह के बारे में नहीं बताना जो नहीं है। അത് ഞാൻ വിശ്വാസമില്ല. उस समय मैं विश्वास में था। 2011 ഇവിടെ വരുന്നത്. 2011 में मैं दिल्ली में आया। 2007 2008 കാലഘട്ടങ്ങളിലാണ് ഞാൻ യേശുവിനെ നന്നായിട്ട് അറിയുന്നത്. 2007 2008 में मैंने परमेश्वर को जाना। ഓരോ പ്രാവശ്യവും പഠനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ और जब मेरी पढ़ाई खत्म करके मैं घर जाता था, എവിടെയാ താമസിക്കുന്നത്? उसी घर में रहता हूँ। ഞാൻ എന്റെ വീട്ടിൽ പതിരെ കൊണ്ടുപോകത്തില്ല. मैं अपने घर पे किसी को लेके नहीं जाता था। എന്നെ കണ്ടിട്ടുള്ള എന്നെ അറിയാവുന്ന जो लोग मुझे जानते थे, जिनको मेरे बारे में पता था, എന്റെ ഈ നടപ്പം ഭാവമൊക്കെ കാണുമ്പോ जब मेरा चाल ढलन देखते थे वो അവരെനിക്ക് ഞാനെന്തോ വലിയ വീട്ടിൽ നിന്ന് വരുന്നത്. लोग सोचते थे कि मैं किसी बड़े घर से आ रहा हूँ। എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും वो लोग मुझसे पूछते थे तो मैं बताता എന്റെ था പപ്പ ഗൾഫിലാ. मेरे पापा गल्फ में हैं। കള്ളമല്ല, സത്യം. झूठ नहीं था, सच्चाई थी ये। ഒരു ഗൾഫുകാരൻ NRI കാരന്റെ മോനായി എന്നോട് പഠിക്കുന്നത്. तो वो लोग सोचते थे कि ओहो ये तो बाहर NRI का बेटा है। എന്നെ അറിയാവുന്നവർക്കറിയാം, ഓക്സ്ഫോർഡിൽ നിന്ന് ഇന്ത്യൻ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഓക്സ്ഫോർഡിൽ ഞാൻ പഠിച്ചത്. और अगर जो लोग मुझे जानते हैं वो जानते हैं मैं ऑक्सफोर्ड इंडियन करके एक स्कूल में पढ़ता था। ഓക്സ്ഫോർഡിൽ പഠിച്ചവരാണെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ऑक्सफोर्ड में अगर पढ़ के निकलना है तो बिना पैसे के कोई नहीं पढ़ ഞാൻ सकता। വീടിന്റെ ആധാരം വെച്ചാണ് പഠിക്കുന്നത് നോക്കണം. उस समय मैं अपने घर के कागजातों को गिरवी रख के पढ़ रहा था ഉള്ള അവസ്ഥ ഇങ്ങനെ ഇരിക്കുക. और जो था वो सब कुछ ऐसे था। പല പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെലപ്പി അവസ്ഥ
बहुत जब भी मैं घर जाता था घर की परिस्थिति ऐसी അതുകൊണ്ട് थी, എന്നോട് ഒത്തിരി 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 ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. इसलिए जो मेरे साथ बहुत ज्यादा करीब थे मैं सिर्फ उनको घर लेके जाता था, കാരണം കൊണ്ടുപോയാൽ സ്ഥിതി അങ്ങനെയാണ്. क्योंकि घर लेके जाऊंगा तो परिस्थितियां ऐसी അപ്പൊ हैं। എന്നോടുള്ള അവരുടെ ആ ഒരു ബന്ധത്തിന് ഞാൻ ഉലച്ചിൽ വരുമെന്ന് പേടിയോണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത്. मेरे साथ जो उनका संबंध है वो खराब ना हो इसलिए मैं किसी को घर लेके नहीं जाता था, ഞാൻ യേശുവിനെ അങ്ങനെ മുറുകെ പിടിക്കുമായിരുന്നു. परंतु उस समय भी मैंने यीशु को कस के पकड़ा हुआ था। ഞാൻ ദൈവത്തെ നോക്കി പറയുന്നു, मैं परमेश्वर को देख के बोलता हूँ, ഇന്ന് വരെ इस समय तक എന്റെ ഈ കൈ മലിനമാവാൻ പോയി. मैंने अपने हाथों को गंदा होने का कभी मौका नहीं दिया। ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങൾ കടന്നുപോയി. मेरे जीवन का एक एक भाग निकलता गया, ഓരോരോ അനുഭവങ്ങൾ ദൈവം വ്യത്യാസം വരുത്താൻ തുടങ്ങി. एक एक अनुभव बदलता गया, എനിക്ക് കുറച്ചുകൂടെ ബോധം വന്നു തുടങ്ങിയപ്പോ, मुझे और ज्यादा समझ आती गई കുറച്ചുകൂടെ അനുഭവങ്ങളെ വചനത്തെ കുറിച്ചുള്ള ബോധം വന്നപ്പോ और परमेश्वर के वचन के बारे में और जानने लगा। ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं अपने घर के आसपास प्रार्थना करने लगा। കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? എന്റെ കൂടിരുന്ന ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അനുഭവത്തിലായിരുന്നു എന്റെ മാതാപിതാക്കൾ. मेरे साथ उसी आत्मा में प्रार्थना करने वाले लोग नहीं थे मेरे माता പല पिता। ദിവസങ്ങളുടെ സമാധാനം എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. बहुत सारे दिनों में मैंने शांति क्या है ये जाना नहीं है। ഒരുപക്ഷെ എന്റെ പപ്പ ഗൾഫിൽ നിന്ന് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. जब कभी कभार मेरे पापा जब दुबई से गल्फ से आते थे तो बहुत सारी परेशानी होती എനിക്ക് थी, 1-2 മാസം 10-20 വർഷം പോലെ കാര്യം തള്ളി നീക്കാൻ പറ്റത്തില്ല. और वो जो 1-2 महीना था वो 10-20 साल की तरह था। സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. शांति नहीं थी मेरे जीवन में। അന്നേരം എന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ പ്രഭു വസിക്കുവച്ചാ. उस समय में मेरे अंदर शांति देने वाला परमेश्वर वास करता യേശുവിനെ है। അറിഞ്ഞാൽ ഉടനെ ഒരു പ്രസന്ന വേഷക്കാരന്റെ വേഷം മാറ്റുന്ന പോലെ അല്ല ഈ ജീവിതം. यीशु मसीह को जानते ही सब कुछ बदलने वाला परमेश्वर नहीं है यीशु मसीह, പക്ഷെ പെതുക്കെ അവൻ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി. परंतु धीरे 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 परमेश्वर ने मेरी परिस्थितियों को ഒരു बदला। മനുഷ്യന് വേണ്ട സകലതും അത്യാവശ്യം ദൈവം എനിക്ക് തന്നു. जिसमें एक मनुष्य को जो कुछ चाहिए था वो सब परमेश्वर ने मुझे दिया। ദൈവം എനിക്ക് ഒരു കുടുംബം തന്നു. परमेश्वर ने मुझे एक परिवार दिया। ദൈവം എനിക്ക് 3 തലമുറകളെ തന്നു. परमेश्वर ने मुझे 3 बच्चे दिए। ആദ്യത്തെ തലമുറ എനിക്ക് സമയത്ത് जब मेरा पहला बच्चा हुआ എന്നോട് ഡോക്ടർ പറഞ്ഞു, डॉक्टर ने मुझे ऐसा बोला, 7-ാമത്തെയോ 7-യോ മാസമാകുന്നതിന് ഈ കുഞ്ഞ് ജനിക്കും. और 7.5 महीनों से पहले इस बच्चे का जन्म होगा। കാരണം ആ വൈഫിനെ ഷോർട്ട്നെസ് ഓഫ് സർവീസ് ആണ്. ഷോർട്ട്നെസ് ഓഫ് സർവീസ്. तो डॉक्टर ने मुझे ऐसा बोला क्योंकि आपकी पत्नी का शॉर्टनेस ऑफ सर्विस है, അതുകൊണ്ട് 7 മാസം 7.5 മാസം കുഞ്ഞ് ജനിക്കും. इसलिए 7 नहीं तो 7.5 साल में आपका बच्चा पैदा होगा। പ്രീമെച്യൂർ കുഞ്ഞ് ജനിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. एक प्रीमेच्योर जो बच्चा पैदा होता है उसकी परेशानियां मैं जानता അതിന്റെ हूँ। ലെങ്സ് മെച്യൂർ ആവത്തില്ല. उनका लंग्स मैच्योर नहीं होता। ചിലപ്പോ അരച്ചു കുടിച്ചുള്ള ജീവിതകാലം മൊത്തം വരും. പക്ഷെ നല്ലൊരു സമയം വരെ ഫുഡ് കൊടുക്കേണ്ടി വരും. शायद वो पूरे जीवन तक उनको पूरा हल्का हल्का खाना खिलाना पड़ेगा। പോലുള്ള സ്ഥലത്ത് ഒത്തിരി ദിവസങ്ങൾ ഞാൻ വെക്കേണ്ടി വരും. और जैसे NICU जैसी चीजें वहाँ पे उनको बच्चे को रखना पड़ेगा। ആ ദിവസമെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. उन समय में हम हमेशा प्रार्थना करते थे 9 മാസം കംപ്ലീറ്റ് ആവണം വരെ ദൈവം സൂക്ഷിച്ചു. और 9वें महीने तक परमेश्वर ने संभाला। 9 മാസം കംപ്ലീറ്റ് ആയി ചില ദിവസങ്ങൾക്കുള്ളിൽ और जैसे ही 9वां महीना खत्म हुआ कुछ दिनों बाद ദൈവം എന്റെ വൈഫിനോട് പറഞ്ഞു, परमेश्वर ने मेरे पत्नी से ऐसे बोला, നീ റെഡി ആണോ ഡെലിവറിക്ക് വേണ്ടി? क्या आप तैयार हैं डिलीवरी के लिए? ഹലോ, क्या आप सुन रहे हैं? ഡോക്ടറാ സാധാരണ വന്ന് ചോദിക്കുന്നത് നീ റെഡി ആണോ ഡെലിവറിക്ക് എന്ന്. साधारण रीति से देखा जाए तो डॉक्टर आके पूछता है क्या आप तैयार ദൈവം ഒരു हैं? ശബ്ദം എന്റെ വൈഫിനോട് ചോദിച്ചു, यहाँ पे परमेश्वर ने मेरी पत्नी से पूछा, നിനക്ക് ഞാൻ പെയിൻ തന്നാൽ ഡെലിവറിക്ക് റെഡി ആണോ? अगर मैं तुझे पेन दूंगा दर्द दूंगा तो तू डिलीवरी के लिए तैयार है क्या? വാഷ്റൂമിൽ പോയി പ്രിപ്പയർ ആയി എല്ലാം റെഡി വന്നു. और मेरी पत्नी वॉशरूम जाके रेडी होके आई അത് എന്നോട് പറഞ്ഞു, और उन्होंने मुझे ऐसा बोला, ദൈവം എന്നോട് പറഞ്ഞു ഞാൻ പെയിൻ തരാൻ പോവാ. परमेश्वर ने मुझे बोला कि मैं आपको दर्द देने जा रही हूँ, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. चलो हम अस्पताल चलते हैं। ഇവിടുന്ന് റെയിൻബോ ഹോസ്പിറ്റലാണ് കുഞ്ഞ് ജനിക്കുന്നത്. और यहाँ से रेनबो हॉस्पिटल हम गए, वहाँ पे बच्चे का जन्म हुआ। ഇവിടുന്ന് അവിടെ ചെന്ന് 45 മിനിറ്റ്സിനാ വൈഫിന്റെ ഡെലിവറി നടന്നു. ആദ്യത്തെ ഡെലിവറി. हम 45 मिनट्स के अंदर वहाँ पहुंचे और वहाँ पे डिलीवरी हो गई। ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നും ദൈവം സംസാരിക്കുമെന്നും ഈ പട്ടണത്തിൽ ദൈവം എന്നെ കേൾപ്പിച്ചു. परमेश्वर ने मुझे इस देश में बताया कि परमेश्वर बात कर सकता है, परमेश्वर काम कर सकता है। അതിന് 4 വർഷങ്ങൾക്ക് ശേഷം उसके 4 साल बाद ദൈവം എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് കർത്താവ് ഞങ്ങൾക്ക് തന്നു. परमेश्वर ने हमें दूसरा एक बच्चा ആ दिया। കുഞ്ഞിന് 3-4 മാസമായിരിക്കുന്ന സമയത്ത്, और जब वो बच्चा 3-4 महीने का था, ഉദരത്തിലായിരിക്കുമ്പോ जब वो पेट में था, ഞങ്ങൾ സ്കാൻ ചെയ്യുമ്പോ जब हम स्कैनिंग के लिए गए, ഡോക്ടർ പറഞ്ഞു, डॉक्टर ने बोला ഞാൻ ഈ നാസൽ ബോൺ ആബ്സെന്റ് ആയിരിക്കുന്ന കുഞ്ഞിന്റെ उनके मुंह का जो नसल बोन है वो वहाँ पे नहीं है। ഒന്നിൽ ഈ കുഞ്ഞൊരു ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞായിട്ട് ജനിക്കും, नहीं तो कोई बच्चा डाउन सिंड्रोम वाला एक बच्चा बनेगा, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമാൻ ഈ കുഞ്ഞിനുണ്ടാവും. नहीं तो कुछ ना कुछ दिमागी हालत में बीमार അതുകൊണ്ട് होगा। നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ചുകൂടെ പറ്റുന്ന രീതിയിൽ അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. इसलिए आप कुछ और ज्यादा टेस्ट करें। ആദ്യം ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ രണ്ടാമതൊരാളെ വിളിച്ചു. और पहला टेस्ट करने वाले डॉक्टर ने दूसरे डॉक्टर को बुलाया। അദ്ദേഹത്തിന്റെ
സീനിയർ വന്നു. और उन्होंने एक और डॉक्टर को बुलाया എന്റെ മുഖത്തോട്ട് നോക്കി സ്നേഹത്തോട് പറഞ്ഞു, और उन्होंने मेरी शक्ल को देख के ऐसे प्रेम से बोला, നിങ്ങൾ അമിനോസിന്തസിസ് ടെസ്റ്റ് ചെയ്യണം. आप അമിനോസിന്തസിസ്. एमिनोसिंथेसिस का टेस्ट करें. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടോ वो करने के बाद हम विश्वास से बोल सकते हैं उनको ये बीमारी है कि അല്ല, नहीं. നീഡിൽ എന്റെ അറിവിൽ നീഡിൽ അബ്ഡോമിനിലേക്ക് നീഡിൽ ഇറക്കി അതിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുവാണ്. मेरे विश्वास के हिसाब से एब्डोमेन में वो नीडल डाल के जो सिरप निकालते हैं उसको बोलते हैं वो. ഞങ്ങൾ പല കൺസൾട്ടൻസിനെ കാണിച്ചു. मैंने बहुत सारे डॉक्टर्स को दिखाया. പലരും പറഞ്ഞു ഇത് തന്നെ ചെയ്യണമെന്ന്. सब लोगों ने यही बोला कि ये करना है. പക്ഷെ ഒരു അപ്പൻ എന്ന നിലയിൽ और एक पिता के समय എനിക്കൊരു പേടി. मुझे एक भय था. അല്ല, എന്റെ ഉള്ളിൽ തോന്നിയാ ഒരു പക്ഷേ നീഡിൽ എടുത്ത് ആസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. और मेरे अंदर एक भय था कि जब मैं इस नीडल को बच्चे के अंदर डालूंगा तो शायद कुछ और इन्फेक्शन हो അപ്പൊ जाएगा. എന്റെ ഹൃദയത്തിൽ തോന്നി പിശാചിന്റെ ഒരു തന്ത്രമായത്. और मुझे मेरे हृदय में ऐसा लगा कि शायद ये शैतान की बातें हैं. സംശയം ഉളവാപ്പിക്കുന്നത് അവന്റെ ഒരു തന്ത്രമാണ് കേട്ടോ. क्योंकि शैतान का काम है हमारे अंदर डाउट्स को लेके എന്റെ आना. ഉള്ളിൽ സംശയം ഉളവാക്കിക്കുന്നത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. आपके अंदर शक को लेके आना शैतान का काम है. ഞാൻ 3 ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു. मैं 3 अस्पतालों में लेके गया. ആ സമയത്ത് ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് उस ചെയ്തു. समय मैं अपोलो के अस्पताल में काम कर रहा हूँ. അവിടെ ഞാൻ കാണിച്ചു. वहाँ पे दिखाया. റെയിൻബോ ഹോസ്പിറ്റൽ ഞാൻ കാണിച്ചു. रेनबो में दिखाया. എന്റെ വൈഫ് ജോലി ചെയ്ത സപ്തജ ഹോസ്പിറ്റൽ ഞാൻ കാണിച്ചു. मेरी पत्नी सफदरजंग में काम करती है, वहाँ पे दिखाया. നാലാമത്തെ ഡോക്ടർ ഹീരയെ ഞാൻ മാക്സ് ഹോസ്പിറ്റലിൽ കാണിച്ചു. और चौथे डॉक्टर मैक्स हॉस्पिटल में दिखाया. നാലാമത്തെ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 9 മന്ത് ആവാറായി. और चौथे डॉक्टर को दिखाते समय 9वां महीना हो ഇനി गया. നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. और वहाँ पे मैं मेडिकल तरीके से बंद नहीं कर सकता. അതുകൊണ്ട് ആ കൺസീവ് അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. इसलिए उस बच्चे को अब जन्म देना जरूरी हो गया था. ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് उस समय जब हम बैठे थे, ദൈവ വചനത്തിൽ കൂടെ ഞങ്ങളോട് ദേവദാസന്മാരെ കൂടി ഒരു വചനം ഇടപെട്ടു. परमेश्वर दास के द्वारा एक वचन मेरे पास आया. ഞാൻ ഇത് പല പ്രാവശ്യം വേദപുസ്തകം വായിച്ചിട്ടുള്ളതാണ്. ഞാൻ और उस वचन से मैंने बहुत बार इस परमेश्वर वचन को പല पढ़ा है. പ്രാവശ്യം ഈ പുസ്തകത്തെ സ്നേഹത്തോടെ വായിച്ചാളാണ് ഞാൻ. बहुत बार उस वचन को मैंने परमेश्वर को ഞാൻ पढ़ा है. ഇതുവരെ അങ്ങനെ ഒരു വചനം ഇതിനകത്തോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. उस समय तक मैंने उस वचन को ध्यान नहीं दिया. പക്ഷേ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു. परंतु इय्योब की किताब में ऐसा लिखा है, കാണാതായവന്റെ അസ്ഥികൾ പൊങ്ങി വന്നിരിക്കുന്നു. और जो हड्डियां गायब हो गई थी वो हड्डियां दिखने लगी. വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. मैंने इस वचन को बहुत बार पढ़ा था परंतु ध्यान नहीं दिया. ആ ഒറ്റ വാക്യത്തിന് മുമ്പ് എന്റെ അവിശ്വാസം ഹൃദയത്തിൽ മാറി. उस समय जब वो वचन मुझे दिखाया गया तो मेरा सारा विश्वास എന്റെ हो गया. ഉള്ളിലുള്ള എന്റെ ഫെയ്ത്ത് വർദ്ധിച്ചു. मेरे अंदर का जो विश्वास था वो बढ़ने लगा. എല്ലാവരും കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം അവന്റെ സെക്സ് ആണ് നോക്കുന്നത്. और सब लोग जब बच्चा पैदा होता है तो वो देखते हैं कि वो लड़का है या लड़की. ഞാൻ ആദ്യം അവന്റെ മൂക്കേലോട്ടാ और നോക്കിയത്. मैंने सबसे पहले अपने बच्चे की नाक की तरफ देखा. പീഡിയാട്രിഷ്യൻ വരുന്ന വരെ ഞാൻ നോക്കി. पीडियाट्रिशियन जब तक आया तब तक मैंने नहीं देखा. പീഡിയാട്രിഷ്യൻ മരിച്ചു തിരിച്ചു എല്ലാം നോക്കി. पीडियाट्रिशियन ने सब कुछ उल्टा पुल्टा करके देखा. ദൈവത്തിന്റെ കൃപയാൽ 2 വയസ്സിന് മുകളിലായിരുന്ന ആ കുഞ്ഞ് ഇപ്പോൾ ഉണ്ട്. और इस समय मेरे बच्चा 2 साल का है. എന്റെ വൈഫിന് ആഗ്രഹം ഉണ്ടായിരുന്നു. मेरी पत्नी का एक इच्छा थी, ഞങ്ങൾക്ക് ഒരു മോളെ വേണം താല്പര്യം ഉണ്ടായിരുന്നു. हमें एक बेटी चाहिए. കർത്താവ് ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നന്റ് ആയി. और मेरी पत्नी दोबारा प्रेग्नेंट हुई. ഈ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചില വേരിയേഷൻ ഉണ്ടായിരുന്നു. इस समय में ब्लड टेस्ट में कुछ परेशानियां ഞാൻ थी. ജസ്റ്റ് ചർച്ചിൽ പറഞ്ഞു വിട്ടതേ ഉള്ളത്. मैंने बस कलीसिया में ऐसा बोला. അന്നേരം എന്നോട് അമിനോസിന്തസിസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. उस समय एक और टेस्ट के लिए मुझे बोला गया. 2 പ്രാവശ്യം അത്ഭുതം കണ്ട ഞാൻ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ബലം പിടിച്ചു കേട്ടോ. दो समय मैंने परमेश्वर में चमत्कार देखा. इस समय मेरा विश्वास बढ़ 2 गया. പ്രാവശ്യം വിടുതൽ കണ്ട ഞാൻ ഈ പ്രാവശ്യം അറക്കാതെ നിന്നു. 2 समय विश्वास को देखने वाले व्यक्ति में और ज्यादा काबिल हो गया. 2 പ്രാവശ്യം പേടിച്ച് പലരോടും ആലോചന വഹിക്കുന്ന ഞാൻ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ബലമായിട്ട് നിന്നു. 2 बार मैं लोगों से प्रार्थना करने के लिए बोलता था. इस बार मैं और विश्वास में बढ़ गया. അവസാനത്തെ അൾട്രാസൗണ്ട് എടുത്തു വരുമ്പോ ഡോക്ടർ പറഞ്ഞു കോണറോണ്ടിനെ കൂടുണ്ട് കുഞ്ഞിന്. जब आखिरी बार मैंने अल्ट्रासाउंड करा तो डॉक्टर ने बोला उनकी गर्दन में एक पकड़ है. എടാ 2 പ്രാവശ്യം അത്ഭുതം കണ്ട ഞാൻ ആ സമയത്ത് പേടിച്ചില്ല കേട്ടോ. 2 बार परमेश्वर के चमत्कार को देखने वाला व्यक्ति मैं डरा नहीं उस समय. ഡോക്ടർ പറഞ്ഞു ഇതുവരെ ആ ഹെഡ് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. डॉक्टर ने बोला वो सर सही जगह पे आया नहीं है. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. हमने परमेश्वर को प्रार्थना करी. പ്രാർത്ഥിച്ചതിന് ശേഷം അൾട്രാസൗണ്ട് എടുത്തു. हमने प्रार्थना
ചെയ്തു അങ്ങനെ. क्योंकि वहां पे डॉक्टर नहीं जानते, नर्स नहीं जानते, पीडियाट्रिशियन नहीं जानते कि परमेश्वर काम कर रहा है। അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരപ്പനെ പാസ്റ്ററെ സംബന്ധിച്ച് ഇതിനേക്കാൾ സന്തോഷമില്ല കേട്ടോ. एक अन्य भाषा के साथ अगर मेरी पत्नी और बच्चे का जन्म दे रही है तो एक पिता की जगह, एक पति की जगह उससे ज्यादा खुशी मेरे जीवन में नहीं है। 2.8 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. और 2.8 किलो का एक बच्चा परमेश्वर ने मुझे दिया। സാധാരണ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കുഞ്ഞിനെ വാർഡിലേക്ക് കൊണ്ടുപോയി. और उस सारे ट्रीटमेंट के बाद बच्चे को वार्ड में लेके गए। 2 ദിവസം ഒരു കുഴപ്പമില്ല കുഞ്ഞിന്. 2 दिनों तक कोई परेशानी नहीं 2 बच्चे को। ദിവസത്തിന് ശേഷം 2 दिन के बाद 2 ദിവസത്തിന് ശേഷം കുഞ്ഞ് ജസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഒമിച്ച് ചെയ്തു. 2 दिन के बाद जब बच्चे को अपना खाना दिया गया तो बच्चे ने उल्टी कर दी। അതിനുശേഷം നന്നായിട്ട് ഉറങ്ങുവാണ് കുഞ്ഞ്. उसके बाद अच्छे से सो रहा है। അന്ന് ഡൽഹി നല്ല ചൂടുള്ള സമയം. ഇവൻ നമ്മുടെ ന്യൂസിൽ വരെ വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒത്തിരി മുകളിലാണ്. उस समय दिल्ली में बहुत ज्यादा गर्मी है। അപ്പൊ ഞാൻ എന്റെ ബുദ്ധിയിൽ മെഡിക്കലൂടെ പ്രയോഗിച്ചു. तो मैंने अपने दिमाग को मेडिकल रीति से निकाला। കുഴപ്പമില്ല, കുറച്ചുകൂടെ ചൂടുണ്ടെങ്കിൽ കുഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതായിരിക്കും വിചാരിച്ചു. तो मैंने ऐसे सोचा कि गर्मी के कारण बच्चा थक गया और सो रहा होगा। 2 മണിക്കൂർ കഴിഞ്ഞു, 2 घंटे बाद 4 മണിക്കൂർ കഴിഞ്ഞു, 4 घंटे हो गए 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കുഞ്ഞ് ഉറങ്ങുന്നതിനകത്ത് മാറുന്നില്ല. और 6 घंटे बाद भी बच्चा नींद से उठ नहीं रहा है। അപ്പൊ ഞാൻ നോക്കി വായന്റെ ചെറിയൊരു ഡിസ്റ്റൻഷൻ ഉണ്ട്. तो मैंने देखा तो पेट में थोड़ी गड़बड़ दिखी। അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ പ്രോപ്പറായിട്ട് പെർഫ്യൂം ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. और शायद अच्छी तरीके से सुलाया नहीं और रखा नहीं तो हुआ है। അന്നേരം ഒരു 6-6 സമയമായി. उससे 6.5 घंटे हो ഞാൻ गए। എന്തായാലും ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഡോക്ടറെ കാണിച്ച് ഒരു കൺസൾട്ടേഷൻ എടുത്തേക്കാം. मैंने अपनी पत्नी को बोला कि शायद हमें अस्पताल जाना पड़ेगा, चलो चलते हैं बात करते हैं। ഞാൻ ഹോസ്പിറ്റലിൽ NICU ഡോക്ടറോട് നേരത്തെ ബുക്ക് ചെയ്ത് NICU ചെന്നു. मैंने अस्पताल में NICU में जल्दी से बात करी और बुक करा। അന്നേരം ആ സമയത്ത് കൺസൾട്ടന്റ് അവിടെ അവൈലബിൾ അല്ല. और वहां पे डॉक्टर नहीं था उस समय। ആ ജൂനിയർ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, जूनियर डॉक्टर ने देख किस प्रकार बोला ഇങ്ങനെ നന്നായിട്ട് പിഞ്ച് ചെയ്തു. और बच्चे को अच्छे से उन्होंने चूटी काटी। അപ്പൊ കുഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. बच्चा रोने लगा എന്നിട്ട് വൈഫിനോട് പറഞ്ഞു കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറഞ്ഞു. और मेरी पत्नी को बोला कि बच्चे को खाना दो। 1.5 മിനിറ്റ് വൈഫ് ഫീഡ് ചെയ്തു. और मेरी पत्नी ने 1-1.5 मिनट उनको खाना दिया। കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് ഫീഡ് എടുക്കുന്നുണ്ട്. और कोई दिक्कत नहीं है, बच्चा खाना खा रहा है। ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നിർബന്ധിച്ച് 4 മണിക്കൂറിനുള്ളിൽ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുത്തിരിക്കണം. डॉक्टर ने बोला कि जानबूझ के जिद करके 4 घंटे के बीच में खाना देते रहना है। ഞങ്ങൾ NICU ഞാൻ വൈഫ് കുഞ്ഞ് മമ്മിയായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ मैं NICU से निकला, मैं मेरी पत्नी और मेरी माता जी निकले बच्चे के साथ। ഹോസ്പിറ്റലിൽ വന്നാലേ ബിലൂറുമി ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ബിലൂറുമി तो मैंने ऐसे बोला कि चलो अस्पताल तक आए हैं तो बिल्लू में चेक करते हैं। ബിലൂറുമി ചെക്ക് ചെയ്ത സമയത്ത് 17.6 ആണ് എന്റെ ഓർമ്മയിൽ. बिल्लू में जब चेक करा तो 17 पॉइंट था, कुछ मेरे याद श्री है। तो ഡോക്ടർ പറഞ്ഞു 17.6 അത്ര നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോതെറാപ്പി ചെയ്യേണ്ടി വരും. तो डॉक्टर ने ऐसा बोला 17.6 ठीक नहीं है तो आपको फोटोथेरेपी करना पड़ेगा। ഈ മെഡിക്കൽ ഇൻഷുറൻസിന് ഒരു കുഴപ്പമുണ്ട്. मेडिकल इंश्योरेंस की एक परेशानी है, 2 കുഞ്ഞിനെ അവർ ഇൻഷുറൻസ് തരുന്നുള്ളൂ. वो सिर्फ 2 बच्चों को इंश्योरेंस देते हैं, മൂന്നാമത്തെ കുഞ്ഞിന് ഇൻഷുറൻസ് തരുന്നില്ല. तीसरे बच्चे को इंश्योरेंस नहीं അപ്പൊ देते। എന്റെ മനസ്സിൽ പറഞ്ഞു ഓക്കെ ഇവിടെ ഫോട്ടോതെറാപ്പി വെച്ചാൽ അവരൊരു 3 ദിവസം പിടിച്ചു പോകും. तो मेरे दिमाग में आया था अगर यहाँ पे मैं फोटोथेरेपी करूँगा तो वो 3 दिन बिठा के रखेंगे കുറഞ്ഞ എനിക്ക് 50,000-60,000 ബില്ല് വരും. और कम से कम मुझे 50 से 60 हजार रुपए खर्चा आएगा। ഞാൻ ഫ്രണ്ട്സിന്റെ ഹോസ്പിറ്റലിൽ വിളിച്ചു. तो मैंने अपनी पत्नी के हॉस्पिटल में कॉल करा। അവിടെ NICU ബെഡ് അവൈലബിൾ ആണോ ചോദിച്ചു. वहाँ पे NICU में बेड अवेलेबल है कि नहीं पूछा, കാരണം മറ്റെല്ലാം ഓക്കെ ആണല്ലോ, ഇനി ഫോട്ടോതെറാപ്പി മാത്രം എടുത്താൽ മതി. क्योंकि बाकी सब तो ठीक है, सिर्फ एक फोटोथेरेपी करना है। ഞാൻ പലരോടും പറഞ്ഞില്ല. मैंने सबको नहीं बताया, പലരോടും പറയാൻ ലജ്ജ കൊണ്ടല്ല. सबको बताने के लिए मुझे परेशानी नहीं 2 थी। ദിവസത്തിന് മുമ്പ് നിങ്ങൾ വിടുതൽ കണ്ടിട്ടിരിക്കുന്നവരാ. 2 दिनों के पहले आपने चमत्कार देखा हुआ है। അതിനിടയിൽ നിങ്ങളെ ഒന്ന് ടെൻഷൻ ആക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. उसके बीच में आपको एक परेशानी नहीं देना ഞാൻ चाहता അന്ന് था। രാത്രി ഇവിടുന്ന് യാത്ര ചെയ്ത് സത്രജംഗി ചെന്നു. उसी दिन रात को मैं यहाँ से यात्रा करके सफदरजंग पहुंचा। ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ മെഡിക്കലിൽ അവരെ എമർജൻസി ആയിട്ടുള്ള അത്യാവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. जब हॉस्पिटल पहुंचा तो जितने भी हॉस्पिटल टेस्ट थे वो सब करे। ഫോട്ടോതെറാപ്പിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. फोटोथेरेपी की सारी तैयारी करी गई। ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. फोटोथेरेपी शुरू करा। ഞാൻ അന്ന് അവിടെ എമർജൻസി ഇരിക്കുക. मैं और मेरी पत्नी वहाँ पे इमरजेंसी में वेट कर रहे हैं। 12 ആയപ്പോഴത്തേക്ക് അവരെ HDU ഉള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. 12-12:30 बजे उन्होंने शिफ्ट करा। അവിടെ ഫോട്ടോതെറാപ്പി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. वहाँ पे फोटोथेरेपी चल रहा है। ഞങ്ങൾ ഓരോ പ്രാവശ്യം ഫീഡ് കൊടുത്ത് 2 പ്രാവശ്യം കുഞ്ഞ് വീണ്ടും ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. जैसे जैसे उनको फीड करा जा रहा है बच्चा बार-बार उल्टियाँ कर रहा है। 2:30-3 മണിയായപ്പോഴും അതിന് വ്യത്യാസമില്ല. और 2-3 बजे हो गए तब भी कोई कुछ ठीक नहीं हुआ। നോർമൽ ഡെലിവറി ആണെങ്കിൽ വൈഫ് എപ്പിസോഡനെ കഴിഞ്ഞിരിക്കുക. और नॉर्मल डिलीवरी होने के बाद भी मेरी पत्नी के साथ एपिसोड हुआ था। 2 ദിവസമേ ഉള്ളൂ കേട്ടോ. और सिर्फ 2 दिन हुए हैं പല പ്രാവശ്യം ഇരിക്കാനും എഴുന്നേൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. और बार-बार उठने और बैठने में दिक्कत है। 2 കുഞ്ഞെനിക്കുണ്ടെങ്കിൽ എനിക്ക് അത്രയും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. मेरे पास 2 बच्चे हैं परंतु मैं उनको संभालना नहीं जानता हूँ। 2:30 ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു. और 2:30 बजे मैंने डॉक्टर को बोला ഭയങ്കരമായിട്ട് ഒമിച്ചിയാണ്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം. बहुत ज्यादा वॉमिटिंग हो रही है, कुछ और करना पड़ेगा। ഗവൺമെന്റിന്റെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ. सरकारी अस्पताल के बारे में आप जानते हैं। 25 പ്രാവശ്യം പറഞ്ഞ
കഴിക്കില്ല. तो उन्होंने बोला कि आप खाना मत खिलाओ. കുഞ്ഞിന് ഫ്ലൂയിഡ് അവർ സ്റ്റാർട്ട് ചെയ്തു. उन्होंने बच्चे के अंदर फ्लूइड शुरू कर दिया. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. बच्चा रोना बंद नहीं कर रहा है. പല പല ബുദ്ധിമുട്ടുകളുണ്ടായി. बहुत सारी परेशानियां हुई. അങ്ങനെ ഞാൻ എന്റെ ചിന്തയിൽ കൂടെ പല പല കാര്യങ്ങൾ കടന്നുപോയി. उस समय मैंने बहुत कुछ सोचा. രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് 5:30 6 മണിയായപ്പോൾ ഡോക്ടർ വന്നു. मैंने 5:30 बजे डॉक्टर आए. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ ഡോക്ടറുടെ കാര്യങ്ങൾ എന്തോ. डॉक्टर से पूछा डॉक्टर क्या है. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്യണം കുഞ്ഞിന്. डॉक्टर ने मुझे बोला एक सेपरेट टेस्ट करना है. മെഡിക്കലി അതിന് LP എന്ന് പറയും. मेडिकली देखें तो उसको एलपी बोलेंगे. അവര് സ്പൈനകത്ത് നിന്ന് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യണം. वो रीढ़ की हड्डी में से उस एक फ्लूइड को निकालते हैं. 2 ദിവസമായി കുഞ്ഞിനെ കുത്തിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. 2 दिन के बच्चे के लिए मुझे ये करने का मन नहीं था. സ്പൈനകത്ത് നീഡിൽ കുത്താൻ പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. क्योंकि रीढ़ की हड्डी में उस नीडल को घुसाना उतनी अच्छी बात नहीं ഏറ്റവും है. നല്ല സീനിയേഴ്സ് ആണ് നമ്മുടെ ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും കുത്തുന്നത്. और मेरे अस्पताल में सबसे बड़े सीनियर डॉक्टर ऐसे काम करते हैं. റൗണ്ട് എടുക്കുന്ന ഡോക്ടർ വന്ന് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു അപ്പൻ എന്ന നിലയിൽ ഞാൻ അനുവദിച്ചില്ല. एक पिता की जगह पे एक साधारण डॉक्टर से कराने के लिए मैं तैयार नहीं था. അവർ എന്നോട് പറഞ്ഞ കൺസെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. उन्होंने मुझे बोला अगर आप मुझे दोगे तो मैं करूंगा. ഞാൻ മനഃപൂർവ്വം സമയം മുമ്പോട്ട് കൊണ്ടുപോയി. मैंने जानबूझ के ऐसे वेट कराया उनको. പല പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. हम बार-बार दुआ कर रहे हैं. അന്ന് ഒരു രാത്രി എനിക്ക് 1000 ദിവസം പോലായിരുന്നു. उस समय एक रात मेरे लिए 1000 दिन के ഒരു समान മിനിറ്റ് था. എനിക്ക് നീങ്ങാൻ മണിക്കൂറുകളുടെ ദൈർഘ്യം തോന്നുന്നു. मेरे लिए 1 मिनट घंटों के समान था. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഡിസ്ചാർജ് എടുക്കുകയാണ്. अब सुबह हुआ तो मैंने उनको बोला कि मैं डिस्चार्ज लूंगा. അതിനു മുന്നേ എന്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഇടപെട്ടു. उससे पहले परमेश्वर ने मुझे एक वचन दिया. ആ വാക്യം ഇതാണ്. वो वचन ऐसे बोलता है ആരും തൊടാതെ കല്ലിളകി പോകും. बिना किसी के छुए वो पत्थर वहां से हटेगा. എന്റെ ഉള്ളിൽ ഈ വചനം കേൾക്കുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. वो वचन जब मेरे अंदर आया तो मेरा विश्वास बढ़ने लगा. പക്ഷെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ലിത്താർജിയായിട്ട് കുഞ്ഞ് കിടക്കുക. और बच्चा बिल्कुल सुस्त हो गया, कमजोर हो गया. കരഞ്ഞു കരഞ്ഞ് കുഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. रो रो के बच्चा और बहुत ज्यादा कमजोर हो गया. എനിക്കൊരു പേടി ഇനി കുഞ്ഞിന്റെ ഗ്ലൂക്കോസ് ലെവൽ താഴെ പോയതാണോ. और मैं डर रहा हूँ कि मुझे लग रहा है कि बच्चे का ग्लूकोज लेवल कम हो गया. ഒരു ഡിസ്ചാർജ് എടുത്ത് പോകാൻ വേണ്ടി എനിക്ക് 2 മണിക്കൂർ ഇടപെട്ടു. और वहां से उस डिस्चार्ज को लेने के लिए मुझे 2 घंटे लग गए. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവിടുന്ന് വിളിച്ചപ്പോൾ മാക്സിനോട് ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുമായിട്ട് വരുവാണ് അതുകൊണ്ട് ഇവിടെ ഒരു ബെഡ് എനിക്ക് അറേഞ്ച് ചെയ്യണം. उस अस्पताल से मैंने अपने अस्पताल में कॉल करके बोला कि मैं बच्चे को लेके आ रहा हूँ, एक बेड तैयार करें. അതുവരെ ഞാൻ ഉണ്ടായിരുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ അവസ്ഥയായി പോയി. उस समय जो मेरा विश्वास था ये सब देखने के बाद मैं बहुत ज्यादा परेशान हो ഞാൻ गया. കുഞ്ഞിനെ കൊണ്ട് സപ്തരജംഗിയിൽ നിന്ന് മാക്സിലേക്ക് വരുമ്പോൾ ജോസിയ വണ്ടിയിലുണ്ട്. मैं अपने बच्चे को जब सफदरजंग से मैक्स लेके आ रहा था तो जोश जी मेरी गाड़ी में थे. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. और बच्चा सही से बात नहीं कर रहा ഞാൻ है. റെൻസിയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നീ വിളിച്ചോളത്തോളെ. अब मैं अपनी पत्नी को बोल रहा हूँ कि वो अपने बच्चे को उठाए. പക്ഷെ റെൻസിയെ കൂടെ പേടിപ്പിക്കാൻ പറഞ്ഞു ഭയമാവുമെന്നൊരു പേടി എനിക്കുണ്ട്. उस समय मुझे एक और डर है कि मैं अपनी पत्नी को डरा तो नहीं रहा. ഞാൻ ആ സമയത്ത് വാഹനം ഓടിച്ച് മുമ്പോട്ട് പോവാ. उस समय मैं गाड़ी चला के आगे जा रहा हूँ. ഉള്ളിലൂടെ ഒത്തിരി ചോദ്യങ്ങൾ പോയി കേട്ടോ. उस समय मेरे सामने बहुत सारे ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോയാൽ अगर मैं मेरे वहां पहुंचने से पहले ग्लूकोज लेवल कम हो അവിടെ जाता है ചെല്ലുമ്പോൾ ഒരു പക്ഷേ കുഞ്ഞ് ഉണർന്നില്ലെങ്കിൽ अगर वहां पहुंचने से अगर बच्चा उठा नहीं तो ആൾക്കാർ എന്നോട് പല ചോദ്യം ചോദിക്കും. लोग मुझसे बहुत कुछ पूछेंगे. ദൈവം നിനക്ക് 2 പേരെ തന്ന് 2 വിഷയത്തിന്റെ നടുവിൽ നീ ഒത്തിരി ബുദ്ധിമുട്ടിയാണല്ലേ എന്തിനാ നീ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി പോയെ. लोग मुझसे पूछेंगे 2 बच्चे हुए, 2 बच्चों की परेशानी तुमने देखी तो तीसरे बच्चा तुझे क्यों चाहिए था. 1000 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. 1000 प्रश्न आएंगे मैं जानता हूँ. ചോദ്യം മൊത്തം എന്റെ ഹൃദയത്തിലേക്ക് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. सारे प्रश्न मेरे दिमागों के बीच में जूझ रहे हैं. എന്റെ ഹൃദയത്തിൽ തോന്നി ഒരു പക്ഷേ കുഞ്ഞിന്റെ ജീവൻ പോയാൽ मेरे दिमाग में ऐसा है अगर बच्चे का जीवन जाता है तो ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോകും. मैं उस बच्चे को लेकर कहाँ जाऊंगा. എന്റെ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യം ഉണ്ടായിരുന്നു. मेरे दिमाग में बहुत सारे प्रश्न आए. പ്രിയരേ മരണനിഴലിന്റെ താഴ്വരയിൽ നിന്ന് പാടാൻ എളുപ്പമാണ് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. मेरे प्रियजनों जब तक हम मृत्यु के उस घोल में नहीं होते तब तक हम नहीं पहचान पाते उस दर्द को. ഞാൻ ആ സമയത്ത് ഞാൻ ഹസ്തലിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് जब उस समय मैं सफदरजंग अस्पताल से निकला ഞാൻ എന്റെ നാട്ടിലെ പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. मैंने अपने गांव के पासवान से बोला कि आप प्रार्थना करें. പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു. उन्होंने बोला प्रार्थना करूंगा. അതിനുശേഷം 1-2 മണിക്കൂർ ശേഷം പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. उसके कुछ समय बाद उन्होंने मुझे कॉल करा. തിരിച്ചു വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു उन्होंने कॉल करके मुझे बोला അപ്പൊ എന്നോടൊരു വാക്യം ഇടപെടുന്നത് ദൈവം. मेरे पास मेरे दिमाग में एक वचन आ रहा है ആ परमेश्वर दिखा रहा വാക്യം है. എങ്ങനെയാണ് ഇടപെടുന്നത്. वो परमेश्वर वचन ऐसे बता रहा है. അവനോ അത് കാര്യമാക്കിയില്ല. उन्होंने उसको ज्यादा सीरियसनेस नहीं दी है. അവനോ അത് കാര്യമാക്കിയില്ല. उन्होंने उसको ज्यादा गौर नहीं दिया എന്നെ है. കേൾക്കുന്ന പ്രിയരെ പലരും നിന്നോട് പലതും പറയും യേശുവിന്റെ നാമത്തിൽ നീ അത് കാര്യമാക്കരുത്. मेरे प्रियजनों आपको बहुत सारे लोग बहुत कुछ बोलेंगे परंतु आप उसको गौर ना दें. മെനിഞ്ചൈറ്റിസ് സ്ക്വയറിയായിട്ടാണ് ഞാൻ സപ്തരജംഗിയിൽ നിന്ന് കുഞ്ഞിനെ മാക്സിൽ കൊണ്ടുവരുന്നത്. उस परेशानी को लेके मैं सफदरजंग से मैक्स लेके आया अपने बच्चे को. ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഭീതി കയറി പോയി കേട്ടോ. उस समय मैं डर गया. ആ സമയത്ത് എന്റെ ധൈര്യം ചോർന്നു പോയി. उस समय मेरा सारा विश्वास ഈ गिर गया. വചനമെല്ലാം എന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വചനത്തെ മുറുകെ പിടിച്ചോണ്ടിരിക്കുക.
പിടിച്ചോ. ये वचन से मेरे अंदर था इसलिए मैंने वचन को कस के पकड़ा. 2 ദിവസം കുഞ്ഞിന് ആഹാരം കൊടുത്തില്ല. 2 दिन बच्चे को खाना नहीं दिया. 5 ദിവസത്തെ ആന്റിബയോട്ടിക് എടുത്തു. 5 दिन का एंटीबायोटिक दिया. എന്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. मैंने अपने लास्ट के समय में आखिर समय में मैंने ग्रुप में मैसेज करा कि आप लोग प्रार्थना करें. പല ചിന്തകൾ എന്നെ ഭരിച്ചതുകൊണ്ട് बहुत सारी बातें मेरे दिमाग में आई. എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് എനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. और मुझे ऐसा पता लगा कि मैं अकेले कुछ नहीं कर सकता. എന്റെ ദൈവം കഴിഞ്ഞ 2 അത്ഭുതം ചെയ്ത് എന്റെ ഉള്ളിൽ കിടക്കുക. मेरा परमेश्वर जिन्होंने 2 बार चमत्कार करे हैं, പക്ഷേ ഈ പ്രാവശ്യത്തെ വിഷയം വെച്ചാൽ കഠിനമായി പോയി. इस बार का जो विषय था वो बहुत ज्यादा गंभीर हो गया. ഒരു മഗതി മൈൻഡുള്ള വ്യക്തിയെ പോലെ 5-6 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ രാത്രി एक मेंटली परेशान व्यक्ति की तरह मैं 5-6 दिन परेशान था. ആ സെക്യൂരിറ്റി പല പ്രാവശ്യം എന്നെ നോക്കുന്നുണ്ട്. वो सिक्योरिटी गार्ड मुझे बार-बार देख रहा है. ഓരോ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ ഐസിയുനകത്ത് പോകും. मैं हर 2 घंटे में आईसीयू के अंदर जा रहा हूँ. എന്റെ പേടി വീഴുന്നില്ല കേട്ടോ. मेरा सिर्फ भय ये है, ഒരു പക്ഷേ കുഞ്ഞ് പെരുത്ത ഫീഡ് എടുക്കാൻ തുടങ്ങി. अगर बच्चा धीरे-धीरे खाना ले रहा है ആരെങ്കിലും പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചില്ല, അവൾ ഒമിറ്റ് ചെയ്താൽ, और अगर किसी ने ध्यान नहीं दिया और उसने उल्टी कर दी तो, അവളുടെ ഫീഡ് മുഴുവൻ ലെൻസിൽ പോയി നിമോണിയ ആവുന്നൊരു പേടി. और उसका वो फीड लंग्स में जाके निमोनिया हो गया तो क्या होगा? ഇവിടെ വർക്ക് ചെയ്യുന്നവരെ എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി. मेरे साथ काम करने वालों को लोग मैं ऐसे नहीं बोल सकते, इसलिए मैं स्वयं बार-बार जाता रहा. ഞാൻ പല പ്രാവശ്യം വരാതെ കൂടെ ഓടി ഇവിടെ നടക്കുക. मैं बार-बार उस वरांडा से चल रहा हूँ. ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു. मैंने अपनी पत्नी को घर भेजा. ഞാൻ അന്ന് രാത്രി മുഴുവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. मैं जिस अस्पताल में काम करता था पूरी रात में अपने बच्चे के लिए दुआ कर रहा हूँ. പാസ്റ്ററിന് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ നമ്പറിലും ഞാൻ മെസ്സേജ് അയച്ചു. मैंने जिस नंबर को पास्टर से सेव करा मैंने सारे नंबर को कॉल करा. PR എന്ന് തുടങ്ങുന്ന എല്ലാ നമ്പറിലും ഞാൻ മെസ്സേജ് അയച്ചു. मैंने PR जिस नाम को सेव करा उन सारे नंबर पे मैंने कॉल करा. എന്റെ ഉള്ളിൽ 2 വാക്യം കിടക്കുക. मेरे अंदर 2 वचन थे. ആരും തൊടാതെ കല്ലളകി പോകും. किसी के भी बिना छुए वो पत्थर हटेगा. അവനോ അത് കാര്യമാക്കിയില്ല. और उन्होंने उसको गौर नहीं ഈ दिया. വാക്യം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു കിടക്കുക. और उस दोनों वचनों को मैं पढ़ के उस वरांडा में चल रहा हूँ. ഓരോ പ്രാവശ്യം ഞാൻ കേറുമ്പോൾ ഇതാ പറയുന്നത്. एक बार जब मैं घुसता हूँ तो मैं ये बोलता हूँ. ക്ഷീണം കൊണ്ട് കൈ കുത്തിയിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. और एक बार मेरे हाथों में बचा और मैं थक गया और मैं सो गया. ദൈവത്തിന്റെ അത്ഭുത കരം അവിടെ എല്ലാം ദൈവം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. उस समय परमेश्वर का काम वहाँ पे होता रहा. പല ദിവസങ്ങൾക്ക് ശേഷം बहुत दिनों के बाद പ്രോപ്പർ ആയിട്ട് കുഞ്ഞ് ഫീഡ് എടുക്കാൻ തുടങ്ങി. बच्चे ने अच्छे से खाना खाना ആരോഗ്യത്തോടെ ബലത്തോടെ ഞാൻ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. पूरे सामर्थ और बल के साथ मेरे बच्चे का डिस्चार्ज हो गया. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ അവിടെ ആക്കിയിരിക്കുന്നു. और इस समय जब मैं प्रचार कर रहा हूँ तो मेरा बच्चा वहाँ पे पूरी शक्ति और बल के साथ है. ഇന്ന് രാവിലെ ഞാൻ എന്തിനേന്ന് പറഞ്ഞറിയാവോ? इस समय मैंने उसको क्यों बताया? ഇനി എനിക്ക് എന്തെങ്കിലും വല്ലാത്തത് സംഭവിച്ചാലും अगर मेरे जीवन में कुछ भी होता है മരണത്തിൽ നിന്ന് പ്രതിവിധി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ സഭ അറിയാൻ വേണ്ടി പറയുകയാണ്. मृत्यु से निकालने वाला एक परमेश्वर है, वो मैं आपको बताने के लिए बता ഇന്ന് रहा हूँ. രാവിലെ നിങ്ങളുടെ വിഷയം മരിച്ചിരിക്കുന്ന വിഷയമാണോ? इस समय अगर आपका विषय मृत्यु है तो അയ്യോ പിടിവള്ളി പോയിരിക്കുന്ന വിഷയമാണോ? अगर आपके हाथों से आपकी परेशानी നീ नहीं है, എല്ലാവരുടെയും മുമ്പിൽ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണോ? आप लोगों के सामने झुके हुए നീ हैं तो കൊടുത്തതെല്ലാം മോശമായിരിക്കുകയാണോ? आप जिसको छू रहे हो ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശുവിന് അതിനെ ഉയർപ്പിക്കാൻ കഴിയുന്നവരാണ്. यीशु मसीह के बारे में प्रचार कर दो. ഇന്ന് രാവിലെ വായ തുറന്നു പറ, യേശുവേ, എന്റെയും എന്റെ വിഷയത്തിൽ നിന്ന് നീ നിന്റെ കരം ചലിപ്പിക്കണമേ. आप इस समय बोले परमेश्वर मेरे और मेरे विषय में आप ഓ चलाए. ശമനഗധുര വൈസിയായ ശബ്ദ ഖമനഗധുര ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകലുകൊണ്ട് വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കേണ്ട इस ആവശ്യമുണ്ട്. समय इसलिए आप अपने अंदर के विश्वास को बढ़ाएं. പണ്ടുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. जो था उसको कम ना होने दें. ഇന്നത്തേതാണ് ലൈഫ്. आज जो जीवन जी रहे वो आपकी जीवन है. ഈ പകൽ ഞാൻ നിങ്ങളെ എന്തിനാ പറഞ്ഞു ഉറപ്പിക്കുന്നറിയോ? इस समय आपको ये सब कुछ क्यों बता रहा हूँ? ചില സമയത്ത് പല വിഷയത്തിൽ കൂടെ കടന്നു പോകും. क्योंकि आप बहुत सारी परेशानियों के सामने निकल सकते हैं. മാതാപിതാക്കളെതിരായിരിക്കാം, शायद आपके माता पिता उसके विरोध में होंगे. आपकी पत्नी विरोध में होगी. ഭർത്താവിനെതിരായിരിക്കാം, आपका पति विरोध में होगा. ഭാര്യമാരെതിരായിരിക്കാം, आपके बच्चे विरोध में होंगे. അയൽപക്കക്കാരെതിരായിരിക്കാം, आपके आस पड़ोस के लोग विरोधी होंगे. ജീവിത സ്ഥാപനത്തിലെ വ്യക്തികളെതിരായിരിക്കാം. आप जहाँ पे काम कर रहे हैं वहाँ के लोग विरोधी നിന്റെ होंगे. പരിസ്ഥിതി മൊത്തം മോശമായിരിക്കാം. आपकी परिस्थितियां विरोध में ഞാൻ होंगी. പ്രസംഗിക്കുന്ന യേശുവിന് സാഹചര്യങ്ങളെ ആണ്ടിമൂടി മാറ്റാനായിട്ട് പറ്റും. आप जिस परमेश्वर के बारे में सुन रहे हैं वो आपकी परिस्थितियों को बदल सकता है. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. सिर्फ एक काम आप करें. ഇന്ന് പകൽ ഹൃദയം തുറന്നാട്ടെ. आज के दिन अपने हृदय को खोलें.
Master, we thank you, Jesus. Hallelujah, hallelujah. എല്ലാ കരങ്ങളും ഒരു നിമിഷം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. अब सभी लोग अपने हाथों को उठाएं. ദൈവത്തിന്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കിയാട്ടെ. अब सभी लोग परमेश्वर की उपस्थिति में देखें. Master, we thank you, Jesus. Thank you, Lord.